السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العلي العظيم. ആ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ അല്പം ഒന്ന് ബാക്കോട്ടൊന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല സൗകര്യമാണ്. ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കരുത്. ഈ വിഷയം നമുക്ക് ശരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പം അതുകൊണ്ട് അവിടെ ഗ്രൗണ്ടിന് മുകളിലേക്ക് കയറാവുന്നതാണ്. കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി വരാന്തയിലും മറ്റും നിൽക്കാം. കുറച്ചൊന്ന് പുറകോട്ടൊന്ന്, കാരണം തടുത്താൽ നിൽക്കാത്ത ആൾക്കാർ വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇന്ന് 5:30 മണി വരെ ഇത് നടക്കും എന്നൊരു പ്രതീക്ഷയുമില്ല. കാരണം അത്രയും നമ്മളെ ബുദ്ധിമുട്ടിച്ച് പെർമിഷൻ തരാതെ പ്രയാസപ്പെടുത്തിയതാണ്. പക്ഷെ നമുക്ക് അരമണിക്കൂർ മുമ്പ് പറഞ്ഞാലും ഇതുണ്ടെന്നറിഞ്ഞാൽ സമത്വയുടെ അണികൾക്ക് വേറൊരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുക. മാത്രമല്ല, നമുക്ക് ഒരുമിച്ച് കൂടാൻ ഒരു സ്കൂൾ ഗ്രൗണ്ടൊന്നും മതിയാവില്ല എന്നതും ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രചരണവും ഇല്ലാതെയാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണ്. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ ജബ്ബാറാജി, അതുപോലെ തന്നെ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ, എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കാൻ ക്ലിപ്പിംഗ് സഹിതം സജ്ജനായി നിൽക്കുന്ന അഭിനന്ദനായ അലവി ദാരിമി, മറ്റു വേദിയിലെ മണ്ഡലം സുന്നി സംഘത്തിൻ്റെ ഭാരവാഹികൾ, എൻ്റെ സഹപ്രവർത്തകർ, നേതാക്കൾ, ഈ ഒത്തുകൂടിയ പ്രിയപ്പെട്ട ആർജവമുള്ള ആവേശമുള്ള സംഘടനാ പ്രവർത്തകരെ അള്ളാഹു സത്യം മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ഇതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ച ഈ പരിസര പ്രദേശത്തെ, പ്രത്യേകിച്ച് പള്ളിക്കൽ ബസാർ മഹലിലെ ഒരുപാട് നല്ലവരായ ദീനീ സേവകരുണ്ട്. അവർക്ക് അള്ളാഹു അർഹതപ്പെട്ട പ്രതിഫലം രണ്ട് വീട്ടിലും നൽകുമാറാവട്ടെ. നേരത്തെ ജബ്ബാറാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിക്കൽ ബസാർ പള്ളി പ്രശ്നം വളരെ ഗൗരവതരമായി, നിങ്ങൾ ശബ്ദിക്കാതിരിക്കുക, എന്തെങ്കിലല്ലേ പ്രസംഗിക്കാൻ പറ്റൂ. ആളുകൾ റോട്ടിൽ നിന്ന് ഒഴുകി വരും. അപ്പം ഇനി അവിടെ നിൽക്കാൻ പറഞ്ഞാൽ വേറെ നിവൃത്തിയിൽ എങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ബാക്കിൽ എവിടെ സ്ഥലം? പുറകിലോ? എന്നാ അവരെ വരുന്നവരെ പുറകോട്ട് വിടിങ്ങൾ അങ്ങോട്ട്. നിൽക്കുന്ന ആളുകൾ അല്പം ഒന്ന് പുറകോട്ട് മാറിക്കൊടുക്കും. കാരണം വണ്ടിയർമാർ ചെന്ന് അവരെ പുറകോട്ട് മാറ്റി ലേശം മാറ്റിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കും. ഇത് വിഷയത്തിലേക്ക് കടക്കട്ടെ. പുറകിലേക്ക് വെക്കാൻ പറ്റും, ഇതിന് ബാക്ക് പോകാൻ പറ്റും. ആ കോണിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ അതിന്റെ ഓപ്പൺ ടെറസിലേക്ക് മുകളിലേക്ക് കയറുക. കോണിമ നിൽക്കുന്ന ആള് ഓപ്പൺ ടെറസിലേക്ക് മുകളിലേക്ക് കയറിക്കോ. എന്നാൽ കുറെ ആൾക്കാരെ കയറാൻ പറ്റും. ഓപ്പൺ ടെറസിലേക്ക് മുകളിലേക്ക് കയറിക്കോ. ഈ ഗ്രൗണ്ടിൽ വലതുവശത്തെ ഗ്രൗണ്ടിലേക്ക് കുറച്ച് ആളുകൾക്ക് പ്രവേശിക്കാം. അവിടെ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് പുറകിലേക്ക് നിന്നാൽ മതി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. അള്ളാഹു നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു നമുക്ക് അർഹതപ്പെട്ട പ്രതിഫലം നൽകുമാറാവട്ടെ. പരമാവധി ആളുകളിലേക്ക് ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മം മാത്രം പറഞ്ഞ് അലവിദാരിമി ഏൽപ്പിക്കുക. കാര്യങ്ങളുടെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് മാത്രം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. തടുത്താൽ നിൽക്കാത്ത ഒരു ജനസമൂഹം വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ. ആവേശമുള്ള ഒരു പറ്റം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി നിയന്ത്രിക്കുന്ന ആൾക്കാർ വായോണ്ട് നിയന്ത്രിക്കേണ്ട, സൂചനകൾ മതി, സംസാരം നിർത്തുക. ആരും സംസാരിക്കണ്ട, സൂചനകൾ മാത്രം മതി, സംസാരം തീരെ കേൾക്കണ്ട. ഇവിടെ നമ്മൾ പള്ളിക്കൽ ബസാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു.
ആ അവതരണത്തിൽ നമ്മൾ ആരെയെങ്കിലും വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയോ വ്യാജമായ എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹമധ്യേ പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് വസ്തുതകൾ മാത്രം സമൂഹത്തിന്റെ മധ്യ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അത് സമൂഹം ഉൾക്കൊണ്ടു. അത് ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിന് മറുപടി എന്നോണം ഇവിടെ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. അതിന് മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചില പരിഹാസങ്ങളും ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളും നടന്നു എന്നതും വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു യോഗം ഇവിടെ നടക്കുന്നത് തടയാൻ തങ്ങൾക്ക് എത്രത്തോളം കഴിയുമോ അത്രമാത്രം അവർ സമ്മർദ്ദം ചെലുത്തി. ഞാനൊരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു യോഗം നമ്മൾ നടത്തി ഇത് ജനങ്ങളോട് സത്യമായി തുറന്നു പറയുന്നതിൽ അവർക്ക് എന്താണ് ഇത്ര ഭയം? അവർ ഭയപ്പെടുന്നത് സത്യം ജനങ്ങൾ അറിയും, തങ്ങളുടെ കള്ളത്തരം പുറത്താകും എന്നതാണോ? എങ്കിൽ നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എങ്ങനെ നിയമപരമായി പെർമിഷൻ തടഞ്ഞാലും, നിങ്ങളുടെ പൊള്ളയായ മുഖം സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതിനവർ ആമുഖമായി ജാമ്യമെടുത്തതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ, അവർക്ക് എതിരിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് അവർ ജാമ്യമെടുത്തതാണ്. ആമുഖമായി തന്നെ ഒരു പ്രഭാഷകൻ വ്യക്തിപരമായി ഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമാണ് നേരത്തെ ജബ്ബാറാജി പറഞ്ഞ ആ കാര്യം. അതൊന്ന് സൂചിപ്പിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. കാരണം ഒരു പ്രസംഗം നടത്തുന്ന അല്ലെങ്കിൽ ഇത് സമൂഹ മധ്യേ അവതരിപ്പിക്കുന്ന ആളെക്കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥ വന്നാൽ എന്തിനാ നിങ്ങൾ ശബ്ദിക്കുന്നത്? വെറുതെ മിണ്ടാതെ പറഞ്ഞൂടെ? ആ നിയന്ത്രണമാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. സംസാരിക്കാതിരിക്കുക, കൈകൊണ്ട് അവർ ആംഗ്യം കാണിച്ചോ. പിന്നിൽ ഒരുപാട് സ്ഥലമുണ്ട് എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് ആളുകൾക്ക് പോകാവുന്നതാണ്. അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ട് പിന്നിൽ ധാരാളം സ്ഥലമുണ്ട്, ഓപ്പൺ ടെറസിലേക്ക് ആളുകൾ കയറിയിട്ടുണ്ട്, കെട്ടിടത്തിലേക്കും ആളുകൾക്ക് കയറാവുന്നതാണ്. ഇനി സംസാരിക്കാൻ നിയന്ത്രിക്കുക, അത് പാലിക്കുക. കുറെ ആളുകൾ ഉണ്ടാകുമ്പോൾ സംസാരം വരും. പക്ഷേ നിയന്ത്രിക്കുന്ന ആളുകൾ ഞാനൊന്നും സംസാരിക്കരുതെന്ന് തീരുമാനിച്ച വിഷയം തീർന്നു. അവർക്ക് സൂചനകൾ നൽകിയിട്ടും അവരെ അങ്ങോട്ട് നീക്കിയിട്ടും ചെയ്തോളൂ. ആംഗ്യങ്ങളും പ്രയോഗങ്ങളും മാത്രം മതി, സംസാരം വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പറയുന്ന വസ്തുതകൾക്ക് കൃത്യമായി മറുപടി വരാൻ അവർക്ക് കഴിയില്ല. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തിഹത്യ നടത്താതെ കാര്യങ്ങളുടെ വസ്തുത പഠിച്ചിട്ടാണ് പറയാറ്. ഇന്ന് ഞാൻ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ട് കിതാബ് മുത്താല ചെയ്യും പോലെ ഈ വിഷയം പഠിച്ചാൽ വന്നിട്ടുള്ളത്. പഠിക്കാതെ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഭാഗം ആളുകളോട് പറയാനുള്ളത്, ഇവിടെ പ്രസംഗിച്ചയാൾ ഓതി വെച്ച ആയത്തിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താ. ഒരു തെമ്മാടിയായ ആൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വാർത്ത കൊണ്ടുവന്നാൽ ആ വാർത്തയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അൻതുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അതുകൊണ്ട് വല്ല പ്രത്യാഘാതങ്ങളും ഉണ്ടായാൽ പിന്നെ ഖേദിക്കേണ്ടി വരും. ഈ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത്. ഈ ആയത്ത് ഓതി വെച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ ഒരു വിവരവുമില്ലാത്ത കാര്യം വിളിച്ചു പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ജബ്ബാറാജി, ഞാൻ സ്കൂളിൽ പോയിട്ട് ഹജ്ജിന് പോകുന്ന സമയത്ത് ശമ്പളം പറ്റി ഒപ്പിട്ടു എന്ന് പറയുന്നത്. അത് കുറെ മുമ്പേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഞാനതിന് മറുപടി പറയാറില്ല. മറുപടി പറയാതിരിക്കാൻ കാരണം, ഉത്തരവാദപ്പെട്ട ആളുകൾ ഉന്നയിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ചില കുട്ടികൾക്ക് ഫേസ്ബുക്കിലും മറ്റും അത് പ്രചരിപ്പിക്കും. ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കിയത്, ഇല്ലാത്തൊരു കഥ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹു എനിക്ക് ഒരുപാട് പ്രതിഫലം തരും. കാരണം ഈ ചെയ്യുന്നവൻ ചെയ്യുന്ന ആ ആക്ഷേപം അഥവാ ഈബത്തിന് അള്ളാഹു അവർ ചെയ്ത നന്മ എനിക്ക് എഴുതി തരും. നന്മ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ എൻ്റെ തിന്മ അവരിലേക്കെങ്കിലും പോകുമല്ലോ. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന്റെ വസ്തുത എന്താണെന്ന് അറിയുന്ന ആളുകൾ ഈ വേദിയിലുണ്ട്, ഈ സദസ്സിലുണ്ട്, എൻ്റെ സഹപ്രവർത്തകരുണ്ട്. നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചാൽ പോലെ. ഒരാളുടെ സർവീസ് രജിസ്റ്റർ ബുക്കില്ലേ, സർവീസ് രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. ഞാൻ ഹജ്ജിന് പോയ കാലഘട്ടത്തിൽ മുഴുവൻ LWA ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് രേഖപ്പെടുത്തി അതിൽ ചുവന്ന മഷി കൊണ്ട് ഒപ്പുവെച്ച് ശമ്പളരഹിത ലീവ് എടുത്തതായി എന്നെ, ഞാൻ എക്കാലത്തൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ടോ അതെന്റെ റെക്കോർഡിൽ കാണുന്നില്ലെങ്കിൽ വന്ന് പറ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പക്ഷെ ഇവർക്കൊരു തെറ്റിദ്ധാരണ വന്നു. ഇവർക്ക് വന്ന തെറ്റിദ്ധാരന്റെ അടിസ്ഥാനം നമ്മുടെ ഒരു ഔദാര്യം ചെയ്തുകൊണ്ടാണ്. കാരണം എൻ്റെ സഹപ്രവർത്തകരും നമ്മുടെ നാട്ടിലെ കുട്ടികളുമാകുമ്പോൾ നമുക്കൊരു ഔദാര്യം. അതെന്താ? ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലെ പണമെടുത്ത് ഞാൻ പകരക്കാരനൊരാളെ വെക്കും. ഇവർ ധരിച്ചു വെച്ചത് സർക്കാർ ശമ്പളം എഴുതി വാങ്ങിയിട്ടാണ് ഇയാൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇയാളത് ചെയ്യാന്ന് അങ്ങനെ ചിന്തിച്ചത്. സുഹൃത്തുക്കളെ, ഒരു സ്കൂളിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകൻ എവിടെയുണ്ട്? ആ ഉത്സവ തങ്ങളുണ്ടല്ലോ, പോയി നോക്കൂ.
ആ റെക്കോർഡൊന്ന് പരിശോധിച്ചിട്ട് വാ. അതല്ലെങ്കിൽ അവിടെയുള്ള PTA പ്രസിഡന്റ്, രക്ഷിതാക്കൾ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ, സ്റ്റാഫ് ഇവരോടൊക്കെ ചോദിച്ചിട്ട് പറ. പരാതി കൊടുത്തത് ആരാണെങ്കിലും അത് സംഘടനാപരമായ വിദ്വേഷത്തിന്റെ പേരിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സ്വാഭാവികമായും കളവല്ലേ ചെയ്യാറുള്ളൂ, അത് തന്നെയാണ് ചെയ്തത്. അത് പ്രചരിപ്പിച്ചു. പിന്നെ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് പോയില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി, മാന്യന്മാരായ ആളുകൾ ഒരുമിച്ചെന്ന് ഒരു മസലത്ത് അതാക്കി അവസാനം ആ പരാതി കൊടുത്ത ആളത് പിൻവലിക്കുകയും എഴുതി തരികയും ചെയ്ത സാഹചര്യത്തിൽ പിന്നെ ഞാനത് വിഷയമാക്കാൻ പാടില്ലല്ലോ. നമുക്കൊരു മാന്യത ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ വിശ്വാസമുള്ള സമത്വ കേരള ജംഇയ്യത്തുൽ പ്രവർത്തകൻ എന്ന രീതിയിൽ അന്യായമായി ഞാൻ വല്ലതും പറ്റിയെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ദിവസം ഈ ഏർപ്പാട് ഞാൻ നിർത്തുന്നു ഉറപ്പാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ അല്ല ഉണ്ടാവുക, നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവുക. അതറിയോ? ഞാൻ അപ്പുറത്തുണ്ടാവുക. കാരണം ഇതിനേക്കാൾ സൗകര്യം അവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. ഇത് അത്ര ദൂരമൊന്നുമല്ല. നിങ്ങളൊരു 4-5 ആളുവാ. ഇവിടെ എൻ്റെ ഉത്തരവാദപ്പെട്ട ആളുണ്ട്. പോയിട്ട് അവിടെ പോയിട്ട് ആ റെക്കോർഡ് ഒന്ന് പരിശോധിക്കും. ഇതിന് ലീവ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കും. എനിക്ക് സർവീസ് എത്ര കുറവാണെന്നറിയാം നിങ്ങൾ? അതെന്താ കാരണം? സർവീസ് ബ്രേക്ക് വന്നോണ്ടാ. അവിടെ ഒപ്പിട്ട് വാങ്ങുമ്പോൾ സർവീസ് ബ്രേക്ക് വരില്ല. കൊടുത്തവർ പോലും അത് തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ്. പദമത തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ്, പിന്നീട് സത്യം ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരപേക്ഷ എഴുതുകയും അത് പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി അത് വിഷയമാക്കുന്നത് എൻ്റെ മാന്യതയ്ക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ടാണ്. എന്തേ തുടർ നടപടികളൊന്നും വരാതിരുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, പടച്ചറപ്പ് സാക്ഷി, നമ്മൾ അത്തരം അനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല, ചെയ്യുകയുമില്ല. ചെയ്തെന്ന് തെളിയിച്ചാൽ അവർ പറഞ്ഞെടുത്ത് നമ്മളത് ബോധ്യപ്പെടുത്തിക്കും. അല്ലാഹു അത്തരം ദുർബുദ്ധി നമുക്കാർക്കും നൽകാതിരിക്കുമാറാവട്ടെ. പക്ഷെ അത്ര വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അത്ര എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ വലിയൊരു ആക്ഷേപമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതാക്കിയത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആർക്കും ചർച്ച വേദിയിൽ നടത്തേണ്ട കാര്യമല്ല. ഒന്ന് പോയി അന്വേഷിച്ച സർവീസ് റെക്കോർഡ് എടുത്താൽ ലീവ് എഴുതിയിട്ടുണ്ടോ, ശമ്പളം പറ്റുക, അക്വിറ്റൻസ് നോക്കിയാൽ കാണുമല്ലോ. കാണുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ആർക്കും അത് ബോധ്യപ്പെടും. അതുകൊണ്ട് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. സംശയമുള്ളവർക്കൊക്കെ സ്വാഗതം, വരാം, ചോദിക്കാം, അന്വേഷിക്കാം, കണ്ടുപിടിക്കാം. അത്രയുള്ള അതിൽ കാര്യം. ഇപ്പം നമ്മൾ ലോങ് ലീവിലാണ്, പിന്നീട് അത് വേറെ കാര്യം. ആ സന്ദർഭത്തിൽ അവർക്ക് പോകാനും പരിശോധിക്കാനുമുള്ള സൗകര്യം വരെ നമ്മൾ ചെയ്തു കൊടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പള്ളിക്കൽ ബസാർ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ഇനി അവർ നമ്മളെക്കുറിച്ച് ആക്ഷേപിച്ച് എന്നെക്കുറിച്ചും മുസ്തഫ തങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട അലവിദാരിയെക്കുറിച്ചും അതല്ലെങ്കിൽ ജബ്ബാറാജിയെക്കുറിച്ചും അവർ ആക്ഷേപിച്ച് ഞങ്ങളെ ഒന്നുമല്ലാതാക്കിയെന്നിരിക്കട്ടെ. ഞങ്ങൾ 3-4 പേരും ഇല്ലാന്ന് തന്നെ കരുതിക്കോ. ഞങ്ങൾ 4 പേരും ഭൂമുഖത്തില്ല എന്ന് തന്നെ കരുതട്ടെ. നമ്മുടെ ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. നമുക്കിതല്ലാത്ത ബദൽ സംവിധാനം മറ്റൊന്നുമില്ല. മാത്രമല്ല ഈ കേസിന് അനുബന്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ പ്രവർത്തകർക്ക് വലിയ തുക ചെലവായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല തുക നിങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കാരണം അതിൻ്റെ ബാക്കി തുക ഇതിൻ്റെ തന്നെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ചെലവഴിക്കുക. ഇതിൻ്റെ തന്നെ കേസ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുക. നല്ലൊരു തുക നിങ്ങൾ നിക്ഷേപിച്ചോ, അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. കാരണം പള്ളിക്കൽ ബജാറിലെ കുറച്ച് ചെറുപ്പക്കാരായ ആളുകളെ, അവർക്ക് നേതൃത്വം കൊടുത്തവർ നമ്മൾ അഭിനന്ദിക്കണം. കാരണം നീതിക്ക് വേണ്ടി വിടാതെ പൊരുതിയ ആളുകളാണ് അവർ. അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അല്ലെങ്കിൽ അവർ ഇട്ടിച്ചു പോകും. അത്രമാത്രം ത്യാഗം അവർ സഹിച്ചിട്ടുണ്ട്, അത്രമാത്രം ആക്ഷേപം അവർ സഹിച്ചിട്ടുണ്ട്, അത്രമാത്രം മർദ്ദനങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ സത്യത്തിന്റെ പിന്നാലെ അവർ അടിയുറച്ചു നിന്നു എന്നത് എന്തൊരു സന്തോഷകരമായ കാര്യമാണ്. അള്ളാഹു അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ ജനമധ്യത്തിൽ കൊച്ചാക്കി കാണിച്ചുകൊണ്ടും എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടും ഈ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടുമെന്ന് പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞ തിന്മകൾക്കെതിരെ ജനസമൂഹത്തിന്റെ മുമ്പിൽ 1000 കുതിരശക്തിയോടെ തിരിച്ചടിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഈ പ്രശ്നത്തിന് കാരണക്കാർ ആരാണ് എന്ന് ഞങ്ങൾ ചോദിക്കുകയും വ്യാജ രജിസ്ട്രേഷൻ നടത്തിയപ്പോഴാണ് തുടക്കമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു വ്യാജ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനറൽ ബോഡി കൂടിയിട്ടുണ്ട്. അബ്ബാസിനെ പോലുള്ള ആളുകൾ അതിൽ 2 ഒപ്പിട്ടിട്ടുണ്ട്. ഞാനത് കേട്ട ഉടനെ അബ്ബാസിനെ വിളിച്ച് ചോദിച്ചു, അബ്ബാസ് എങ്ങനെ 2 ഒപ്പിട്ടത്? അബ്ബാസ് പറഞ്ഞു ജനറൽ ബോഡി കൂടിയിട്ടില്ല. പള്ളിക്കൽ ബസാർ പള്ളി കമ്മിറ്റിക്ക് ജനറൽ ബോഡി കൂടാറില്ല. പള്ളി കമ്മിറ്റിയുടെ ആളുകൾക്കറിയാം, ഇവിടുത്തെ മദ്രസ കമ്മിറ്റിക്കാർക്കറിയാം. ഈ വിഭാഗീയതയ്ക്ക് ശേഷം മറുഭാഗത്തിന്റെ മദ്രസയിൽ വെച്ച് മദ്രസ കമ്മിറ്റി യോഗം ചേർന്ന് അവർ 10 പേരെ കൊടുക്കും. ഇവരുടെ മദ്രസയിൽ യോഗം ചേർന്ന് അവരും 10 പേരെ കൊടുക്കും.
അങ്ങനെ രണ്ടു കൂട്ടരും കൊടുക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാക്കും. കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച പള്ളിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണക്ക് അവതരിപ്പിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ജനറൽ ബോഡി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറെ രേഖകൾ ഇവിടെ വായിക്കുകയും അബ്ബാസിനെ പോലുള്ള ആളുകൾ രണ്ടൊപ്പിട്ടു എന്ന് ആരോപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രസംഗം ഇവിടെ നടന്നു. ആരാണ് നടത്തിയതെന്ന് ഞാൻ നോക്കുന്നില്ല. ആൾ പ്രശ്നമല്ല. അയാളെ സംബന്ധിച്ചോളം അയാളുമായി വ്യക്തിപരമായി നമുക്കൊരു വിദ്വേഷവുമില്ല. പക്ഷെ അയാൾ പറഞ്ഞു ജനറൽ ബോഡി നടന്നതിന്റെ തെളിവുകൾ പിടിച്ചോ എന്ന് പറഞ്ഞ് ദീർഘമായി വായിച്ചു. ഞാൻ അതേക്കുറിച്ച് പള്ളിക്കൽ ബസാറിലെ പ്രിയപ്പെട്ട സംഘാടകരോട് ചോദിച്ചു. ഒറ്റ ജനറൽ ബോഡിയും ചേർന്നിട്ടില്ല. അബ്ബാസ് രണ്ടൊപ്പിടാൻ കാരണം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വഴിയിൽ വെച്ചോ അതല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോഴോ ഒരു പിടിക്കും, പിന്നെ എപ്പോഴും കാണുമ്പോൾ ഒരു പിടിക്കും. യോഗം ചേർന്ന് മിനിറ്റ്സ് ബുക്ക് കൊടുത്തയച്ചുകൊണ്ട് ഒപ്പിടിക്കുന്ന സ്വഭാവമില്ല. അങ്ങനെ പല തവണകളിലായി ഒപ്പുവെച്ചതിൽ നിന്ന് ഒരു പക്ഷേ അവർ തന്നെ 2 വട്ടം ഒപ്പിക്കാൻ പേപ്പർ തന്നപ്പോൾ നമ്മൾ മസലത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി നല്ല നിലക്ക് പോകുമ്പോൾ ഒപ്പിട്ടിട്ടുണ്ടാവും. അതല്ലാതെ വ്യാജമായി നമ്മൾ കയറി ഒപ്പിട്ടത് തെളിയിക്കാൻ കഴിയില്ല എന്ന് അബ്ബാസ് എന്നോട് വ്യക്തമായി പറഞ്ഞു. അതിരിക്കട്ടെ, ജനറൽ ബോഡി കൂടി എന്ന് പറയുന്ന ആളുകൾ, ജനറൽ ബോഡിയിൽ വെച്ച് ഒപ്പിടിച്ചു എന്ന് പറയുന്ന ആളുകൾ, അവരൊരു വ്യാജ ജനറൽ ബോഡി പടച്ചുണ്ടാക്കി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തല്ലോ. നിങ്ങൾ പറഞ്ഞത് അബ്ബാസ് 2 ഒപ്പിട്ടു എന്നല്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, വസ്തുനിഷ്ഠമായി ശ്രദ്ധിക്കണം. അവര് 7/3/14 യോഗം ചേർന്ന് 7/3/14 യോഗം അഥവാ ജനറൽ ബോഡി യോഗം ചേർന്ന് ഒപ്പിടിവിച്ച ലിസ്റ്റാണ്. യോഗം ചേർന്ന് ജനറൽ ബോഡി ചേർന്ന് ഒപ്പിടിവിച്ച ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ലിസ്റ്റിന്റെ അവസാനത്തിൽ തീരുമാനം എഴുതിക്കൊണ്ട് കൃത്യമായ തീരുമാനത്തിന്റെ അവസാനത്തിൽ ഒരു കമ്മിറ്റിയും ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു കമ്മിറ്റിയും ഇവർ രൂപീകരിച്ചു. ആ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കമ്മിറ്റി രജിസ്ട്രേഷന് വേണ്ടി ഇവർ സമർപ്പിക്കുകയും ചെയ്തു. അവർ രൂപീകരിച്ച കമ്മിറ്റിയുടെ ലിസ്റ്റാണ് കൃത്യമായി. അവര് ജനറൽ ബോഡി യോഗം ചേർന്ന് രൂപീകരിച്ച കമ്മിറ്റി, നിലവിലൊരു കമ്മിറ്റി ഇരിക്കെ ലിയാഖത്ത് അലി സെക്രട്ടറിയായി ഈ പള്ളിക്കൊരു കമ്മിറ്റി മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ അവർ രൂപീകരിച്ച കമ്മിറ്റിയാണത്. ഈ കമ്മിറ്റി ഇവർ രൂപീകരിച്ചു എന്ന് പറയുന്നത് 7/3/2014 മാർച്ച് 7-നാണ് അത് രൂപീകരിച്ചത്. ഈ യോഗം നടന്നത് 2014 മാർച്ച് 3-നാണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്ത രേഖയിൽ നിന്ന് പകർത്തിയതാണ് ഈ പറയുന്നത്. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ജനറൽ ബോഡിയിലെ ലിസ്റ്റ് കൊടുക്കണമല്ലോ. ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം സീരിയൽ നമ്പർ 30 ഇതിൽ ഒപ്പുവെച്ച അബ്ദുസലാം, ഇതിൽ ഒപ്പുണ്ട്. ആർക്കും വന്ന് നോക്കാം, പരിശോധിക്കാൻ, വേണമെങ്കിൽ ഇതങ്ങ് തരാം. സീരിയൽ നമ്പർ 30 ഒപ്പുവെച്ച അബ്ദുസലാം, അയാളുടെ ഒപ്പിന്റെ നേരെ കൃത്യമായി ഡേറ്റ് കാണിച്ചിരിക്കുന്നു 2014 മെയ് 29. യോഗം മാർച്ച് 7 ഇയാൾ ഒപ്പിട്ടതോ മെയ് 29. ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് കളവ്, കള്ളത്തരം എന്നാ പറയാം. നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഒന്നുകൂടി ഞാൻ പറയാം. ഒന്നാമത്തെ പരാമർശം സീരിയൽ നമ്പർ 30 ഒപ്പുവെച്ച അബ്ദുസലാം 7/3/14 നടന്നുവെന്ന് പറയുന്ന ജനറൽ ബോഡിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് 29/5/2014. സംശയമുണ്ടെങ്കിൽ വരൂ, നോക്കൂ, കോപ്പി തരാം, നിങ്ങളെ കയ്യിലുണ്ടാവും. ഒന്നാമത്തെ വമ്പൻ കളവ്. രണ്ടാമത്തെ എന്റെ ആരോപണം 214 നമ്പറായി ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്ന മുബഷിർ, 214 നമ്പർ ഒപ്പുവെച്ചിരിക്കുന്ന മുബഷിർ എന്ന ജനറൽ ബോഡി മെമ്പർ ഒപ്പുവെച്ചിരിക്കുന്നത് 7/3/14 യോഗം ഒപ്പുവെച്ചത് 7/6/2014. യോഗം നടന്നത് മാർച്ചിൽ, ഇയാൾ ഒപ്പുവെച്ചത് ജൂണിൽ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് കളവാന്നാ പറയാം. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ആവൂല. അതിന് മറുപടിയല്ല, അത് അവിടെ പോയി നോക്കിയാൽ കാണും. മൂന്നാമത്തെ എന്റെ ആരോപണം സീരിയൽ നമ്പർ 7 സീരിയൽ നമ്പർ 110. 7 നമ്പറായി ഒപ്പിട്ട ആളും 110 നമ്പറായി ഒപ്പിട്ട ആളും, ആ 2 പേരും KK അബ്ദുൽ അലി എന്ന് പറയുന്ന ഒരാളാണ്. ഒരാൾ എങ്ങനെ 2 വട്ടം ഒപ്പിട്ടു? അപ്പൊ അബ്ബാസ് വേറെ ഉണ്ടല്ലോ. എങ്ങനെ നിങ്ങൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക ജനറൽ ബോഡിയിൽ ഇങ്ങനെ ഒപ്പ് വന്നത്? മൂന്നാമത്തെ ആരോപണം. നാലാമത്തെ ചോദ്യം, ഈ ജനറൽ ബോഡി ലിസ്റ്റിൽ 139, 148, 269 3 തവണ ഒപ്പുവെച്ചിരിക്കുന്നതും CK ഷാഹുൽ ഹമീദാണ്. ഒരാൾ 3 തവണ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു. അബ്ബാസ് 2 തവണ പങ്കെടുത്തിട്ടുള്ളൂ, 3 തവണയാണ്.
അബ്ബാസിനെ കൊണ്ട് ഒപ്പുവെച്ച് പല തവണയാണ്. ഇത് ഒറ്റ ഇരിപ്പില്ല. മറ്റത് പള്ളിയിൽ വരുമ്പോൾ കൊടുത്തു, നന്മക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്തു. പിന്നൊരു സമയത്ത് പിന്നെ കാണിച്ചു ഒപ്പിട്ട് ഒപ്പിട്ടു, രണ്ടും ഒന്നാക്കി വരും. ഇത് നിങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസിൽ കൊടുത്ത ഒഫീഷ്യൽ രേഖയാണ്. ഈ രേഖയിൽ 3 തവണ ഒപ്പിട്ടിരിക്കുന്നു. നമ്പർ 139, 148, 269. ഒരാളാണ് CK ഷാഹുൽ ഹമീദ്. 5-മത്തേത് 199 നമ്പറും 221 നമ്പറും ഒപ്പുവെച്ചിരിക്കുന്നത് ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് സഖാഫി. അയാൾക്കതാവാം, ബിരുദമാ ജാതിയാണ്. അയാൾ കൃത്യമായി ഒപ്പിച്ചിരിക്കുന്നു 2 വട്ടം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വന്നാൽ ഇതിന്റെ കോപ്പി, ഞാനതൊക്കെ മാർക്ക് ചെയ്തത് കുറച്ച് സമയം മുത്താലെ നടത്തി കണ്ടുപിടിച്ചതാ. നിങ്ങൾ നോക്കണം. 3 അടുത്ത ആരോപണം 5 6-മത്തേത്. ഇതിൽ സുലൈമാൻ ഹാജി ടി എന്ന് പറയുന്ന ഒരാള് 25 നമ്പറായും ഒപ്പുവെച്ചിരിക്കുന്നു, 149 നമ്പറായും ഒപ്പുവെച്ചിരിക്കുന്നു. 6-മത്തെ ആരോപണം. മറുപടി പറ. കള്ളരേഖയാണ് എന്നതിന് വേറെന്താ തെളിവ്? ഇത് വെറുതെ നിങ്ങൾ മിനിറ്റ്സ് ഉണ്ടാക്കിയതല്ല. ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ജനറൽ ബോഡി ചേർന്നു എന്ന് പറഞ്ഞ നിലവിലുള്ള കമ്മിറ്റിയെ അപ്രസക്തമാക്കാൻ രജിസ്ട്രാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന രേഖയാണത്. നിസ്കാരം നടക്കുന്ന, ജുമുഅ നടക്കുന്ന ഒരു പള്ളി പിടിച്ചടക്കാനുള്ള രേഖയാണ്. ഏതൊരു കള്ളത്തരം ചെയ്യുമ്പോഴും ഒരു പഴുത് പടച്ചടപ്പോടെ വെക്കും. ഈ പഴുതായത്. 7-മത്തത് 167 നമ്പറായി ഒപ്പുവെച്ചിരിക്കുന്ന മുഹമ്മദ് സുഹൈൽ CK. അയാൾ മഹലിന്റെ പുറത്തുള്ള ആളാണ്. അയാൾ ഈ മഹലുകാരനല്ല. മഹലിന്റെ പുറത്തുള്ള ആളെ കൊണ്ടുവന്ന് ഒപ്പുവെച്ചു. അടുത്ത ആരോപണം 8 നമ്പർ. 8-മത്തെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. 183 നമ്പറായി ഒപ്പുവെച്ച ഇർഷാദ് CK. ഈ ഇർഷാദ് CKയും മുഹമ്മദ് സുഹൈലും 2 പേരും പരുത്തിക്കോട് മഹല്ലുകാരാ. പരുത്തിക്കോട് മഹല്ലുകാരെങ്ങനെ നിങ്ങളെ ജനറൽ ബോഡിയിൽ പങ്കെടുത്തത്? മാത്രമല്ല ഇവർ 2 പേരും CK ഹൈദർ അലി എന്ന് പറയുന്ന ആളെ മക്കളാ. CK ഹൈദർ അലി എന്ന് പറയുന്ന ആളുടെ മക്കളാ. ഇനി ഞാൻ പറയുന്ന വിവരം ഇവിടെ ചോദിച്ചു പഠിച്ചത്, രേഖ എന്ന് പഠിച്ചതല്ല. ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടത്തിയ ആളുകൾ എന്നോട് പറഞ്ഞു, CK ഹൈദർ അലി പരുത്തിക്കോട് കമ്മിറ്റി മെമ്പറാണ് മഹലിലെ. മാത്രമല്ല ഇയാളൊരു കേസിൽ പ്രതിയായിരുന്നു. ആ കേസിൽ പ്രതിയായ സമയത്ത് അന്ന് രക്ഷപ്പെടാൻ മഞ്ചേരി കോടതിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹായിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ലീഗിനും സിന്ദാബാദ് വിളിച്ചിറങ്ങിപ്പോന്ന ആളാണ്. ലീഗിനെ തീരെ പറ്റൂല, പക്ഷെ എന്തൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിനെ കുറെ കുറ്റന്മാരുടെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പരാമർശിക്കേണ്ട, അത് പറയാൻ മറുപടി വേറെ ഉണ്ടാവും, വേദി വേറെ ഉണ്ടാവും. അത് നമ്മുടെ ഇവിടെ പറഞ്ഞ കാര്യമില്ല. അടുത്ത ആരോപണം ഞാൻ ഉന്നയിക്കുന്നത് ആരോപണമല്ല, വസ്തുതകളാണ്. 9-മത്തെ 184 മുഹമ്മദ് ജാസിർ എന്ന് പറയുന്ന ആൾ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു. 184 നമ്പർ മുഹമ്മദ് ജാസിർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൽ ഈ 184 നമ്പറുകാരൻ പരുത്തിക്കോട് മഹല്ലുകാരനാണ്. പരുത്തിക്കോട് മഹല്ലുകാരൻ എങ്ങനെ ഈ മഹലിൽ ജനറൽ ബോഡി മെമ്പറായി? വ്യാജരേഖ ചമച്ചതിന്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 10 നമ്പർ ആരോപണം 202 നമ്പറായി അബ്ദുൾ റഫീഖ് ഒപ്പുവെച്ചിരിക്കുന്നു. റഫീഖ് പരുത്തിക്കോട് മഹല്ലുകാരനാണ്. അടുത്തത് നസീർ അഹമ്മദ് തങ്ങൾ എന്ന് പറയുന്ന ആൾ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു 102 നമ്പറായി. അയാൾ 102 നമ്പറായി ഒപ്പുവെച്ചതിന്റെ ശേഷം അയാൾ തന്നെ വഖഫ് ട്രിബ്യൂണലിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അയാൾ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നു, കൃത്യമായി അദ്ദേഹം പറയുന്നു, ഞാൻ പള്ളിക്കൽ ബസാർ ജുമുഅത്ത് പള്ളി മഹല്ല് പരിധിയിൽ സ്ഥിരതാമസക്കാരനും പള്ളി ഭരണം നടത്തുന്ന പള്ളിക്കൽ ബസാർ ജുമുഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ജനറൽ ബോഡി അംഗവുമാണ്. ഇതിൽ ഒപ്പുവെച്ചാൽ പറയാം. എന്നാൽ 7/3/2014 ജനറൽ ബോഡി യോഗം ചേർന്നതായി ചിലർ കൃത്രിമ രേഖയുണ്ടാക്കിയതായി ഇപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഒപ്പുവെച്ചാലാണ് ഈ പറയുന്നത്, അഫിഡവിറ്റ. അയാൾ പറയുന്നു 102 നമ്പറുകാരനായി ഞാൻ ഒപ്പിട്ടതായി അവകാശപ്പെടുന്നുണ്ട്. പ്രസ്തുത യോഗത്തിൽ ഞാൻ പങ്കെടുക്കുകയോ അത്തരത്തിലൊരു യോഗം നടക്കുകയോ ഉണ്ടായിട്ടില്ല. അഫിഡവിറ്റാണത്. 30/5/2014 മഹല്ല് നിവാസികളായ കുറച്ച് സുന്നി സംഘടനാ പ്രവർത്തകർ സംഘടനയുടെ ആവശ്യാർത്ഥം എന്ന് പറഞ്ഞ് ഞാൻ പള്ളിക്കൽ ബസാറിനടുത്തുള്ള അങ്ങാടിപ്പറമ്പ് മിനി എസ്റ്റേറ്റ് എന്ന സ്ഥലത്ത് വെച്ച് യാത്രാ മധ്യേ ഒപ്പിട്ട് കൊടുത്തതാണ്. അപ്പൊ യാത്രയിലാണ് ഇവരുടെ ജനറൽ ബോഡി. മൊബൈൽ ജനറൽ ബോഡിയാണ്, സ്വലാത്ത് പോലെ. നാട് മുഴുവൻ നിരന്ന ജനറൽ ബോഡിയാണ്. ഈ മനുഷ്യ തങ്ങൾ പറയുന്നു 7/3/2014 മറ്റു തീയതിക്കോ മേൽ പ്രസ്താവിച്ച തരത്തിലുള്ള ജനറൽ ബോഡി യോഗം എന്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം നടന്നിട്ടില്ലാത്തതും ഞാൻ അത്തരത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ലാത്തതുമാണ്. ഈ വിവരം ബോധിപ്പിച്ചു കൊള്ളുന്നു. ഒരു നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിൽ പോയി സോളംലി അഫേംഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. ആൻഡ് ഇദ്ദേഹം ഇത് വളരെ വ്യക്തമായി ആൻഡ് സൈൻഡ് ബിഫോർ മീ, എന്റെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം ഇത് പറഞ്ഞ് ഒപ്പിട്ടിരിക്കുന്നു. 18-ാം തീയതി 2014 ഒപ്പിട്ടിരിക്കുന്നു എന്ന്
കുറിപ്പ് എഴുതിയിട്ട് സീല് വെച്ച് കൊടുത്തിരിക്കുന്നു നോട്ടറി. ഇയാൾ എന്താ സംഭവിച്ചത്? ഇയാളും ഇയാളുടെ ജേട്ടൻ തമ്മിൽ സഞ്ചരിക്കുമ്പോൾ കാറിൽ വെച്ച് ജേട്ടന്റെ കൂടെ സഞ്ചരിക്കാൻ, ജേട്ടന്റെ കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഇവർ കൊണ്ടുവന്നിട്ട് സംഘടനയുടെ ആവശ്യമാണ് ലഹരിക്കെതിരെ ഒരു ഒപ്പ്, ഞങ്ങൾ നിവേദനം കൊടുത്ത് ലഹരിക്കെതിരെ ഒരു ഒപ്പിട്ടെന്ന് പറയും. ലഹരിക്കെതിരെ ഒപ്പിട്ടതാ ഞങ്ങൾ പൊടി. ഇവർക്കിതൊരു ലഹരിയാ, കളിയാ. പള്ളി പിടിച്ചടക്കലും മറ്റും ഒരു ലഹരിയാണ്. ഈ തങ്ങൾ കളവ് പറയില്ലല്ലോ, നിങ്ങൾ കളവ് പറഞ്ഞാലും. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്, ഇവർ വന്നിട്ട് നമ്മൾ കള്ള ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളോട് വളരെ വിനയപുരസ്സരം പറയുന്നു. ഞാനിവിടെ ഉന്നയിച്ച 11 കാര്യങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ ആഫീസിൽ അപേക്ഷ കൊടുത്ത അപേക്ഷയിൽ 11 കാര്യങ്ങൾ വ്യാജമാണ്. മാത്രമല്ല ഈ ജലബോർഡിൽ നടന്നിട്ടില്ല, അത് വലിയൊരു വ്യാജമാണ്. ഇവിടെ ഒരു കമ്മിറ്റി നിലവിലുള്ളപ്പോൾ ചെയ്തത് സമൂഹത്തെ വഞ്ചിക്കലാണ്. വഞ്ചന, ആൾമാറാട്ടം, കളവ്, ചതി മുഴുവൻ ഒരൊറ്റ പേപ്പറിൽ നിങ്ങൾ ചെയ്തത് നിങ്ങൾ കൃത്യമായി നിഷേധിക്കാൻ കഴിയുന്നവരാണോ? ചോദിക്കുന്നു. പറ. വെറുതെ മൈക്ക് കെട്ടി കുറ്റം പറഞ്ഞാൽ പോരാ, ആക്ഷേപിച്ചാൽ പോരാ, പ്രസംഗിച്ചവർ ആക്ഷേപിച്ചാൽ പോരാ. ഈ ജാതി തമ്മാടിത്തം ദീനിന്റെ പേരിൽ ചെയ്തിട്ട് പള്ളി പിടിച്ചടക്കാൻ വന്നാൽ നിങ്ങൾക്ക് എവിടുന്ന് പള്ളി കിട്ടും? ദുന്യാവിലെ ഒരു കോടതിയിലും നിങ്ങൾ ജയിക്കൂല. ഈ ജാതി പോഴത്തം ചെയ്താൽ ജയിക്കുവോ? സകല കോടതി തള്ളൂലേ? ഈ അഫിഡവിറ്റിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഇത് ആർക്കും പരിശോധിക്കാം. ഇത്രയും ഞാൻ പറഞ്ഞതിൽ 11ഓളം തെറ്റുകൾ ഇതിൽ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന്. എന്നിട്ടാണ് രജിസ്ട്രേഷൻ കൊടുത്തത്. എന്നിട്ട് രജിസ്ട്രേഷന് കൊടുത്തു. രജിസ്ട്രേഷന് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? രജിസ്ട്രേഷന് കൊടുക്കുമ്പോൾ സംഭവിച്ചത്, രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അന്തിമമായി അതിന്റെ വിധി പുറപ്പെടുവിച്ചു. ഈ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ നോക്ക് നിങ്ങൾ. അന്തിമമായി രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്നും ഹൈക്കോടതി വഴി പോയി ഹൈക്കോടതി നിർദ്ദേശം കൊടുത്ത് രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തിയപ്പോൾ അന്തിമ വിധി എന്താ? ഞാൻ വായിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം. എല്ലാ വർഷവും നടന്നു വരാറുള്ളത് പോലെ 7/3/14 പള്ളിയിൽ വെച്ച് ജലബോർഡ് യോഗം നടന്നതായും 20 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതായും തെരഞ്ഞെടുത്ത പ്രകാരമുള്ള ലിസ്റ്റ് 31/3/2014 DR മുമ്പാകെ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഫയൽ ചെയ്യാൻ ഹാജരാക്കിയതായും ആയത് 21/5/2014 റഫർ ചെയ്ത് ഫയൽ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയതായും ഈ അതോറിറ്റി മുമ്പാകെ ഹാജരാക്കിയ ലിസ്റ്റ് P5 ആയി മാർക്ക് ചെയ്തതും ആ ലിസ്റ്റിൽ എന്തെങ്കിലും ഫോർജറി, ഫാബ്രിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ P7 ആയി മാർക്ക് ചെയ്ത ലിയാഖത്തലിയുടെ പരാതി തീരുമാനിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതുകൊണ്ട് പരാതിയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കേണ്ടതോ തീരുമാനിക്കേണ്ടതോ ഇല്ലെന്നുമാണ് എന്നാണ് ഇവർ ബോധിപ്പിച്ചത്. ഇവർ ബോധിപ്പിച്ച കാര്യം ഇതാണ്. ഇവർ ബോധിപ്പിച്ച കാര്യത്തിൽ നിന്ന് ഭിന്നമായി കോടതി കണ്ടെത്തിയെന്താ? കൃത്യമായി പറയുന്നു. എതിർകക്ഷികൾ പറഞ്ഞിട്ടുള്ളതുപോലെ P5 ആയി മാർക്ക് ചെയ്തതും ആ ലിസ്റ്റിൽ എന്തെങ്കിലും ഫോർജറിയോ ഫാബ്രിക്കേഷനോ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ P7 ആയി മാർക്ക് ചെയ്ത ലിയാഖത്തലിയുടെ പരാതി തീരുമാനിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതുകൊണ്ട് പരാതിയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കേണ്ടതോ തീരുമാനമെടുക്കേണ്ടതോ അല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അന്തസ്സത്തക്ക് അനുസൃതമല്ല. P7 ആയി മാർക്ക് ചെയ്ത ലിയാഖത്തലിയുടെ പരാതി പരിഗണിച്ച് എന്തെങ്കിലും ഫോർജറിയോ ഫാബ്രിക്കേഷനോ നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാജമായ ഒപ്പിട്ടാണ് 7/5/2014 ഈ ഓഫീസിൽ പെറ്റീഷനുടേതായി സമർപ്പിച്ച അപേക്ഷ എന്ന ആരോപണം കത്ത് ഡെലിവറി ഏജന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരാൾ കൈപ്പറ്റിയെന്ന് മഞ്ചേരി ഡിവിഷണൽ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് നൽകിയ കത്തിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ട് അന്തിമമായി പറയുന്നു, വ്യാജ അപേക്ഷ പ്രകാരമാണ് ഭരണസമിതി ലിസ്റ്റ് അംഗീകരിച്ചതെന്ന് കാണുന്നുവെന്ന ആരോപണം കറണ്ട് ഫയലിലെ പേജ് നമ്പർ 21 ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷണറുടെ 7/5/2014 തീയതിയിലെ അപേക്ഷയിൽ നോട്ട് ഫയൽ 6-7 പേജുകളുടെ കുറിപ്പുകളും ശരിവെക്കുന്നു. ലിയാഖത്തലി കൊടുത്ത പരാതിന്റെ വിധിയാണത്. എന്നിട്ട് പറയുന്നു ഫോർജറിയും ഫാബ്രിക്കേഷനും നടന്നു എന്നതും. ഈ ഫോർജറി ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിലാക്കേണ്ട ആദ്യം. ഫോർജറി എന്ന് പറഞ്ഞാൽ കള്ള ഒപ്പിടൽ എന്നതിന്റെ അർത്ഥം. കള്ള ഒപ്പിടൽ, അതല്ലെങ്കിൽ വേറൊരർത്ഥമുണ്ട് കള്ള ആധാരമുണ്ടാക്കൽ. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ മനസ്സിലാക്കുക, അതല്ല. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യാജ പ്രമാണം ഉണ്ടാക്കൽ എന്നതിന്റെ അർത്ഥം. വ്യാജ പ്രമാണമുണ്ട്, കള്ളരേഖ ഉണ്ടാക്കൽ. ഇത് രണ്ടും ഇതിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫോർജറിയും ഫാബ്രിക്കേഷനും നടന്നു എന്നതും പെറ്റീഷർക്ക് ലഭിക്കേണ്ട എല്ലാ അവസരങ്ങളും ഫോർജറി ഫാബ്രിക്കേഷൻ മൂലം നിഷേധിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തു. ലിയാഖത്തലിക്ക് കിട്ടേണ്ട അവകാശമുണ്ട്. കാരണം എന്താ? അവിടെ ഒരു ലിസ്റ്റ് ഫയൽ ചെയ്യുമ്പോൾ ഇയാൾ അറിയിക്കണം. അത് അറിയിച്ചപ്പെടാ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത്. അതുകൊണ്ട് ഭരണസമിതി ലിസ്റ്റിന്റെ അംഗീകാരം റദ്ദാക്കി ഉത്തരവാകുന്നു. അവർ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തത് അംഗീകരിച്ചിരുന്നു. അംഗീകരിക്കാൻ ഇവർ കളിച്ച കളിയാണ് പരാതി കത്തയച്ചപ്പോൾ അത് സെക്രട്ടറി പേരിൽ സ്വീകരിച്ചത്. അപ്പോൾ അവർ വ്യാജ പ്രമാണം സൃഷ്ടിച്ചു, വ്യാജമായി കള്ള ഒപ്പിട്ട് രേഖയുണ്ടാക്കി. ഇത് രണ്ടും നോക്ക്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിക്കുന്ന വിധിയിൽ
നിങ്ങളെക്കുറിച്ച് പറഞ്ഞ രണ്ട് കാര്യമാണ്, ഫോർജറി ആൻഡ് ഫാബ്രിക്കേഷൻ. എന്താ അതിന്റെ അർത്ഥം? ഈ രണ്ട് വാക്ക്, ഒന്ന് വ്യാജ പ്രമാണം ഉണ്ടാക്കൽ, ഒന്ന് കള്ള ഒപ്പിടൽ. നിങ്ങൾ ഇത് രണ്ടും ചെയ്തിരിക്കുന്നു. ഈ കള്ള ഒപ്പും അതുപോലെ തന്നെ വ്യാജ പ്രമാണമുണ്ടാക്കലും ചെയ്ത ആളുകളെ അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാൻ പറ്റുകയില്ല എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്തിനാ കോപിക്കുന്നത്? നിങ്ങളെങ്ങനെ പള്ളി കൊണ്ടു നടക്കും? നിങ്ങൾക്ക് പള്ളി കൊണ്ടു നടക്കാൻ അവകാശമില്ല. സുന്നത്ത് ജമാഅത്തിന് പള്ളി തിരിച്ചു കിട്ടണമെന്നാണ് പറയുന്നത്. ഈ പള്ളിയിൽ എന്തെങ്കിലും സുന്നി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നുവോ? എന്തെങ്കിലും സുന്നത്ത് ജമാഅത്തിനെതിരായി വല്ല പ്രവർത്തനവും നടന്നുവോ? പറ. തറാവീഹിന്റെ 20 റക്അത്തിൽ കുറവ് വരുത്തിയോ? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ നടന്നിട്ടുണ്ടെങ്കിൽ ആ ജുമയിൽ അറബി ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയോ? അവിടെ കൂട്ടുപ്രാർത്ഥന നടക്കുന്നില്ലേ? എന്താണ് പള്ളിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് കുറവുള്ളത്? പിന്നെ എന്തിനാ നിങ്ങൾ പള്ളി പിടിച്ചെടുക്കാൻ വരുന്നത്? എന്താ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ള ന്യായം? നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നല്ലേ പറഞ്ഞത്? ഇനി വ്യാജ കമ്മിറ്റി നിങ്ങൾ ഉണ്ടാക്കി. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. ഇവർ ചെയ്ത വ്യാജങ്ങൾ ഓരോന്നോരോന്നായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വ്യാജമായി ഇവർ കമ്മിറ്റി ഉണ്ടാക്കിയത് 7/3/2014 7/3/2014 ഇവർ ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിക്ക് പുതിയൊരു സെക്രട്ടറിയെയും വെച്ചു. എന്നിട്ട് ഇവർ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുക്കുന്നത് 31/3/14 മാർച്ച് 7 കമ്മിറ്റി ഉണ്ടാക്കുന്നു. മാർച്ച് 31 രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നു. ശ്രദ്ധിക്കണം, രജിസ്ട്രേഷൻ അപേക്ഷയിൽ സാക്ഷിയായി ഒപ്പിടുന്ന ആളാരാ? ചാരുപടിക്കൽ കാരാട്ട് മൊയ്തു. രജിസ്ട്രേഷൻ അപേക്ഷ രജിസ്ട്രേഷന് വേണ്ടി അവർ സമർപ്പിച്ച അപേക്ഷയുടെ കോപ്പിയാണ്. കള്ള കമ്മിറ്റി ഉണ്ടാക്കി. ഈ കമ്മിറ്റി നിലനിൽക്കുമ്പോൾ കമ്മിറ്റി മാറ്റിയിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് ഇയാളാണ്, പുതിയ സെക്രട്ടറി ഇയാളാണെന്ന് പറഞ്ഞ് പുതിയൊരു ലിസ്റ്റ് ഇവർ കൊടുക്കുകയാണ്. ആ ലിസ്റ്റിന്റെ അടിയിൽ ഇത് അംഗീകരിക്കാൻ ചാരുപടിക്കൽ കാരാട്ട് മൊയ്തുവാണ് ഫസ്റ്റ് സാക്ഷി. അതേ ചാരുപടിക്കൽ മൊയ്തു അയാളാണല്ലോ ഈ കമ്മിറ്റി 7/3/14 ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് 31/3/14 ഇത് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുമ്പോൾ സാക്ഷിയായി ഒപ്പിടുന്നത്. അതേ ആള് വഖഫ് ട്രൈബ്യൂണലിൽ ഒരു പരാതി പോകുന്നു. വഖഫ് ട്രൈബ്യൂണലിലേക്ക് അയാൾ പരാതി കൊടുക്കുന്ന 29/4/14 29/4/14 എന്ന് പറഞ്ഞാലോ ഈ കമ്മിറ്റി ഉണ്ടാക്കി ഏകദേശം 2 മാസത്തോളമായിട്ട് 52ലധികം ദിവസമായി. വ്യാജ കമ്മിറ്റി ഉണ്ടാക്കി രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്ത് സാക്ഷിയായി ഒപ്പിട്ട അതേ ആള് വഖഫ് ട്രൈബ്യൂണലിൽ പരാതിപ്പെടുന്നു. 52 ദിവസം കഴിഞ്ഞിട്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി ലിയാഖത്ത് അലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പരാതി കൊടുക്കുക. അപ്പൊ എങ്ങനെ ലിയാഖത്ത് അലി ആവുന്നത്? 52 ദിവസം കഴിഞ്ഞ് ഇവർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്ത ആള് ഇതിലുണ്ടല്ലോ, അയാൾ തന്നെ കൃത്യമായി അയാളെ പേര് വെച്ച് പരാതി കൊടുക്കുന്നു കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ. അതെങ്ങനെ ലിയാഖത്ത് അലി സെക്രട്ടറി ആവുന്നത്? ഇവർ പുതിയ സെക്രട്ടറി ഉണ്ടാക്കി അപേക്ഷ കൊടുത്തില്ലേ? പുതിയ ജനറൽ ബോഡി കൂടി പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയെങ്കിൽ പിന്നെ എങ്ങനെ ലിയാഖത്ത് അലി സെക്രട്ടറി ആകും? വളരെ കൃത്രിമമായി ഉണ്ടാക്കിയതെന്ന് അവർ തന്നെ സമ്മതിച്ചു. എന്ന് മാത്രമല്ല, ഇവരുടെ സെക്രട്ടറി CK അബ്ദുൽ ലത്തീഫ് 31/3/14 രജിസ്ട്രേഷൻ അപേക്ഷയിലെ സാക്ഷിയാണ് CK മൊയ്തു. എന്നിട്ടാണ് 29/4/14 പരാതി നൽകുന്നത്. സെക്രട്ടറി ലിയാഖത്താണെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നത്. പരാതിയിലെ 1-ാം നമ്പറുകാരൻ, ഈ പരാതി കൊടുക്കുന്ന 2-ാം നമ്പറുകാരനാണ് ഈ പറഞ്ഞ ചാരുപടിക്കൽ മൊയ്തു, കാരാട്ട് മൊയ്തു. 1-ാം നമ്പറുകാരൻ ഒരാളുടെ മുഹമ്മദ് മൊയ്ൻ, അയാളുടെ മകനാണ് വ്യാജ കമ്മിറ്റിയുടെ സെക്രട്ടറി. പരാതി കൊടുക്കുന്ന ആളുടെ 1-ാം മകനാണ് വ്യാജ കമ്മിറ്റിയുടെ സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ എളാപ്പയാണ് CK മൊയ്തു. അവ ബാപ്പാക്കും എളാപ്പാക്കും ഇവർ തെരഞ്ഞെടുത്ത സെക്രട്ടറി തന്നെ വിശ്വാസമല്ല, ലിയാഖത്തിന് തന്നെ വിശ്വാസമുള്ളൂ. അതുകൊണ്ടാണ് പരാതി ലിയാഖത്തിന് പോയത്. ബാപ്പാക്ക് പോലും വിശ്വാസമില്ലാത്ത മക്കൾ കമ്മിറ്റി സെക്രട്ടറി ആയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ചോദിക്കട്ടെ, ഇവരൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു, രജിസ്ട്രേഷൻ കൊടുക്കുന്നു, സാക്ഷി ഒപ്പിടുന്നു. എന്നിട്ട് 52 ദിവസം കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറിക്കെതിരെ പരാതി. ആരാ സെക്രട്ടറി? ഇവരുണ്ടാക്കിയ സെക്രട്ടറി അവിടെ പോയി. അപ്പോൾ ഇവർ നേരത്തെ കൊടുത്തത് വ്യാജമാണ് എന്നതിന് ഇതിലപ്പുറം തെളിവെന്താ വേണ്ടത്? മാത്രമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമോ വഖഫ് സ്വത്ത് കയ്യേറി, വാക്കാൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ കയ്യേറി എന്ന് പറയുന്നത്. തങ്ങൾക്കറിയാലോ, വാക്കാൽ വഖഫ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലം പിന്നീട് കൈമാറി എന്നാണ് ഈ രേഖയിൽ പറയുന്നത്. മാത്രമല്ല, ഇവർ ചെയ്ത പ്രവർത്തനം എന്താണ്? ഇവർ നേരെ മലപ്പുറത്തെ DR-ൽ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഓഫീസിൽ കൃത്യമായി പുതിയ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞ അപേക്ഷ ഫയൽ ചെയ്തുകൊണ്ട് അവർ സ്വാഭാവികമായും അതിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രശ്നപ്രദേശമാകുമ്പോൾ സ്വാഭാവികമായ ഒരു കത്തയക്കും, രജിസ്ട്രേഡ് കത്ത്. ഈ രജിസ്ട്രേഡ് കത്ത് അവിടെ നിന്നും കൃത്യമായി അയച്ചു. ഈ രജിസ്ട്രേഡ് കത്ത് അയച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ രജിസ്ട്രേഡ് കത്ത് ഇവർ നേരത്തെ പോസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെട്ട് ലിയാഖത്തിന്റെ ഒരു ID കാർഡ് അദ്ദേഹം ഒരു സ്വത്ത് രജിസ്ട്രേഷന്റെ ഭാഗമായി ഒരു ആധാരം എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തിരുന്നു. ആ ആധാരം എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് അത് കളക്ട് ചെയ്ത് അത് നേരിട്ട് ഉപയോഗപ്പെടുത്തി
ഈ വ്യാജ അഡ്രസ്സിൽ ഞാനാണ് ലിയാഖത്ത് അലി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു പ്രതിനിധി പോസ്റ്റ് ഓഫീസിൽ നിന്നും ഡെലിവറി ഏജന്റിന്റെ കൈവശത്തു നിന്നും ഈ ലിയാഖത്ത് അലിയുടെ പേരിൽ, ഔദ്യോഗിക സെക്രട്ടറിയുടെ പേരിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന കത്ത്. നേരത്തെ ലിയാഖത്ത് അലി ഓഫീസിൽ ബന്ധപ്പെട്ടിരുന്നു, പരാതി എന്നെ അറിയിക്കാതെ ഒരു രജിസ്ട്രേഷൻ നടത്താൻ പാടില്ല. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ ലിയാഖത്ത് അലിക്ക് കത്ത് വന്നു. ആ കത്ത് ഇവർ ലിയാഖത്ത് അലി അറിയാതെ അയാളുടെ ID കാർഡ് വ്യാജമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡെലിവറി ഏജന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇത് ബന്ധപ്പെട്ടവർ അറിഞ്ഞു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തു. സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി ഡിവിഷന് പരാതി കൊടുത്തു. മഞ്ചേരി ഡിവിഷണൽ പോസ്റ്റൽ സൂപ്രണ്ടിന്റെ വ്യക്തമായ അന്വേഷണ റിപ്പോർട്ട്, മഞ്ചേരി ഡിവിഷണൽ പോസ്റ്റൽ സൂപ്രണ്ടിന്റെ അന്വേഷണ റിപ്പോർട്ട്, അയാൾ അതിന്റെ അവസാനത്തിൽ പറയുന്ന മുഴുവനായി ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ വാചകം, it is suspected that, അദ്ദേഹം പറയുന്നു, the registered letter was collected by another person by impersonation. എന്താ impersonation? ആൾമാറാട്ടത്തിലൂടെയാണ് ഈ കത്ത് അവർ കൈപ്പറ്റിയത്. എങ്ങനെ? എക്സ്പ്ലോയിറ്റിംഗ് ദ ഇൻഎക്സ്പീരിയൻസ്, ചൂഷണം ചെയ്തുകൊണ്ട്, ദ ഇൻഎക്സ്പീരിയൻസ്, പരിചയമില്ലായ്മ, ഓഫ് ദ ന്യൂലി എൻഗേജ്ഡ് ഡെലിവറി ഏജന്റ്, പുതുതായി നിയമിക്കപ്പെട്ട ഡെലിവറി ഏജന്റ് കത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുടെ ആ അറിവില്ലായ്മ, അഥവാ അദ്ദേഹം പുതിയ ആളായതുകൊണ്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ കൃത്യമായി ആൾമാറാട്ടം നടത്തിയിട്ടാണ് ഈ കത്ത് കൈപ്പറ്റിയത് എന്ന് പോസ്റ്റൽ ഡിവിഷണൽ സൂപ്രണ്ട്. കണ്ടോ, ആൾമാറാട്ടവും നിങ്ങൾ നടത്തി. ഞങ്ങളുടെ യോഗത്തിൽ ചോദിച്ചിരുന്നു, ഈ ആൾമാറാട്ടത്തെ കുറിച്ച് എന്തേ മിണ്ടാതിരുന്നത്? എന്നെ കുറ്റം പറഞ്ഞിട്ടോ, അലവിദാരിമിയെ കുറ്റം പറഞ്ഞിട്ടോ, ജബ്ബാറാജിയെ കുറ്റം പറഞ്ഞിട്ടോ, തങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ ഈ ആൾമാറാട്ടം ഇല്ലാതാകുമോ? ഞങ്ങൾ 4 പേരും ഭൂമുഖത്തിൽ മരിച്ചുപോയി നേരിക്കാൻ, എന്നാലും ഈ ആൾമാറാട്ടം നടത്തി ശരിയാവോ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിലവിലുള്ള കമ്മിറ്റിയെ മറിച്ചിട്ട് പുതിയ കമ്മിറ്റി ഉണ്ടാക്കാൻ ആൾമാറാട്ടം നടത്തിയത് ശരിയോ തെറ്റോ പറ. കളവ് പറയാൻ പാടുണ്ടോ? കളവ് ചെയ്യാൻ പാടുണ്ടോ? ഈ ആൾമാറാട്ടം നടത്തിയതിന്റെ ജീവിക്കുന്ന തെളിവല്ല ഇതല്ലേ ഇവിടെ പ്രശ്നത്തിന് തിരികൊളുത്തിയത്? സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ ഇതെന്ത് സുന്നത്തിയമായത്ത? മാത്രമല്ല, നിങ്ങൾ ലിയാഖത്ത് അലിക്ക് വന്ന കത്ത് സ്വീകരിച്ചിട്ട് കൊടുത്ത മറുപടി എന്താ? ഇത് ലിയാഖത്ത് അലി കൊടുത്ത മറുപടി പോലെയാണ്. ഇങ്ങനൊരു മറുപടി ലിയാഖത്ത് അലി കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തതെന്ന് ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബോധിപ്പിച്ചിരുന്ന പരാതിയിൽ പറഞ്ഞിരുന്ന ഭാരവാഹികൾ ലിസ്റ്റ് പുതുക്കൽ സംബന്ധിച്ചും മറ്റുമുള്ള കാര്യങ്ങൾ മധ്യസ്ഥന്മാർ മുഖാന്തരം സംസാരിച്ച് തീർന്നിരിക്കുന്നു. കണ്ടോ, വള്ളിക്കൽ ബസാറിലെ പ്രശ്നം മുഴുവൻ തീർന്നിരിക്കുന്നു. ആരാ പറയുന്നത്? ലിയാഖത്ത് അലി പറയണം. ശ്രദ്ധിക്കണം, ലിയാഖത്ത് അലി എന്ന സെക്രട്ടറിയുടെ പേരിൽ ഇവർ രജിസ്ട്രാർ കൊടുക്കുന്ന മറുപടിയാ പച്ചക്കള്ളം. ഇവിടെ പ്രസംഗിച്ചാണ് പച്ചക്കള്ളം എന്ന് പലപ്പോഴും പറഞ്ഞല്ലോ. അവരെ കയ്യിലുള്ളതാ വിളിച്ചു പറഞ്ഞത്, അവനവന്റെ കയ്യിലുള്ളതാ വിളിച്ചു പറഞ്ഞത്. ശ്രദ്ധിക്കൂ, ഇതിൽ പറയുന്നു, പ്രസ്തുത തീർപ്പായ കാര്യത്തിൽ, അതായത് പള്ളിക്കൽ ബസാറിലെ പ്രശ്നം മുഴുവൻ തീർപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രേഖകൾ സഹിതം ഹാജരാക്കി തെളിവ് നൽകേണ്ട ആവശ്യമില്ലാത്തതിനാൽ എന്റെ തിരിച്ചറിയൽ കാർഡ് കോപ്പി സഹിതം വിവരം അറിയിക്കുന്നു. ഞാൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് നേരിട്ട് വരാൻ പറ്റൂല, അത് ഞാനല്ല, എനിക്ക് നേരിട്ട് വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ കാർഡ്, കണ്ടോ, തിരിച്ചറിയൽ കാർഡ് ഇവരെ ഒപ്പിട്ട് വാങ്ങിയതിന്റെ രേഖയാണത്. തിരിച്ചറിയൽ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളെ പറഞ്ഞയച്ചു. പ്രസ്തുത കമ്മിറ്റി ഭാരവാഹികളെ 7/3/2014 ചേർന്ന ജനറൽ ബോർഡ് യോഗത്തിൽ വെച്ച് CK അബ്ദുൽ മജീദ് പ്രസിഡന്റും CK അബ്ദുൽ ലത്തീഫ് ജനറൽ സെക്രട്ടറിയുമായുള്ള 20 അംഗ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്ത പ്രകാരം CK അബ്ദുൽ ലത്തീഫ് ജനറൽ സെക്രട്ടറിയായി ഹാജരാക്കിയിട്ടുള്ള ഭാരവാഹികളുടെ ലിസ്റ്റ് പുതുക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ എനിക്ക് യാതൊരു പരാതിയും ഇല്ലെന്നുള്ള വിവരം ഇത് സഹിതം അറിയിക്കുന്നു. വിശ്വസ്തയോടെ K ലിയാഖത്ത് അലി ഒപ്പ്. ലിയാഖത്ത് അലിന്റെ പേരിൽ കത്തെഴുതി 1, ലിയാഖത്ത് അലിന്റെ ഒപ്പ് വെച്ചു 2, ലിയാഖത്ത് അലിയുടെ ID കാർഡ് കട്ടെടുത്ത് കൊണ്ടുപോയി കൊടുത്തു 3, 4 ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരാതി തീർന്നിരിക്കുന്നു എന്ന് അറിയിച്ചു 4, 5 അതുകൊണ്ട് ലിസ്റ്റ് ഫയൽ ചെയ്യാമെന്ന് ബോധിപ്പിച്ചു. ഈ 5 കളവുകൾ ഒന്നിച്ച് ചെയ്തതിന്റെ രേഖയാണത്. ഇതിനെന്താ പറയാ? ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ കളവ് എന്നാ പറയാ. നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാ? നിങ്ങളുടെ ഭാഷയിൽ പറയും അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനത്തെ പരീക്ഷണമൊക്കെ ഉണ്ടാവും എന്ന് പറയും. അതുണ്ടാവുക, അതാണ് സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇതിന്റെ പേരിൽ കണ്ടോ FIR, പോലീസ് FIR ഇട്ടു. ഈ കേസിന്റെ പേരിൽ പോലീസ് FIR ഇട്ടു. എന്താ FIR-ൽ പറയുന്നത്? പരാതിക്കാരൻ സെക്രട്ടറിയായുള്ള ലിയാഖത്തിന്റെ പരാതിയാ. പരാതിക്കാരൻ സെക്രട്ടറിയായുള്ള പള്ളിക്കൽ ജുമാ മസ്ജിദിന്റെ സീലും രേഖകളും കണ്ടോ. പള്ളി കമ്മിറ്റിയുടെ സീല് വ്യാജമായി ഉണ്ടാക്കി, പള്ളി കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് വേറെ ഉണ്ടാക്കി, പള്ളി കമ്മിറ്റിയുടെ സീല് വേറെ ഉണ്ടാക്കി, പള്ളി കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് വേറെ ഉണ്ടാക്കി. ശരിയാണോ? നിലവിലുള്ള ഒരു പള്ളി കമ്മിറ്റിയുടെ സീല് വേറെ ഉണ്ടാക്കാൻ പാടുണ്ടോ?
നിലവിലുള്ള ഒരു പള്ളി കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് വേറെ ഉണ്ടാക്കാൻ പാടുണ്ടോ? പള്ളി കമ്മിറ്റിയുടെ സീലുണ്ടാക്കി, ലെറ്റർ പാഡ് ഉണ്ടാക്കി 1 മുതൽ 20 കൂടിയ പ്രതികൾ ചേർന്ന് കൃത്രിമമായി ഉണ്ടാക്കിയ ആയത് ഉപയോഗിച്ച് 7/3/2014 പുതിയ കമ്മിറ്റി രൂപീകരിച്ചതായി കൃത്രിമ രേഖയുണ്ടാക്കി മലപ്പുറം സൊസൈറ്റി ഓഫ് രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ സമീപിക്കുകയും രജിസ്ട്രാർ പരാതിക്കാരന് അയച്ച രജിസ്റ്റേർഡ് നോട്ടീസ് 2ാം പ്രതി ആൾമാറാട്ടം നടത്തി വാങ്ങിച്ച് പ്രതികൾ പരാതിക്കാരന്റെ പേരിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി പള്ളി പുതിയ കമ്മിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. പള്ളി പുതിയ കമ്മിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തിൽ കലാപം ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത തെറ്റ് ഒന്ന്, വ്യാജ ID ഉപയോഗിച്ചുകൊണ്ട് രേഖ കൈപ്പറ്റി. അത് തെറ്റാണെന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. ആൾമാറാട്ടം സ്ഥിരപ്പെട്ട് കേസെടുത്തു. ആ കേസിന്റെ FIR ഞാൻ വായിച്ചത്, ശ്രദ്ധിക്കണം നിങ്ങൾ. ആ വ്യാജ ഒപ്പിട്ട് വാങ്ങിയ ആളുകളുടെ അവസ്ഥാവിശേഷത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു പള്ളിക്ക് വേണ്ടി ഇത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കുന്നു. അതിനാ മറുപടി കിട്ടേണ്ടത്. അതിന് ഞങ്ങൾ വ്യക്തിപരമായി ഹത്യ നടത്തിയിട്ട് പ്രയോജനമില്ല. എന്ത് പറയാനോ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ആൾക്കാർ സ്വയം ക്ഷമിക്കില്ലാതെ വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എന്താ ചെയ്യുക? ആൾക്കാരോട് പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ പരമാവധി നിന്ന് അടുപ്പിക്കുക, എങ്ങോട്ട് അടുപ്പിക്കുക, നിന്ന് അടുപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ മുഴുവൻ പറയാതെ പിരിച്ചു വിടേണ്ടി വരും. വേറെ ഒന്നും നിർത്തി എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. കസേരയൊക്കെ പരമാവധി അടുപ്പിക്കാൻ പറ്റുമോ നോക്കി. ഇത് വിഷയം ഒരുപാട് ഇനിയും പറയാണ്ട്. ഇവരെ കള്ളത്തരം തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ തിരക്കുണ്ടാക്കാൻ അവരൊക്കെ വന്നിട്ടുണ്ടാവും, നോക്കിക്കൊള്ളിക്കണം. ഈ വ്യാജമൊക്കെ ചെയ്ത ആൾക്കാർ അതും ചെയ്യും. അതിന് മടിയൊന്നും ഉണ്ടാവില്ല അവർക്ക്. ബാക്കിൽ സ്ഥലമുണ്ടെന്ന് പറയുന്നു. ബാക്കിലേക്ക് കുറച്ച് ആൾക്കാർ നീങ്ങുന്ന ഉപകാരം. അലവിതായ്മ സംഗതിയൊക്കെ പൊളിച്ചെടുക്കാൻ പോകുക. അതുവരെ ഒന്ന് ക്ഷമിക്കും. അദ്ദേഹം ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ 1-2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിലെ തെറ്റുകുറ്റങ്ങളായി ചൂണ്ടിക്കാണിച്ചു. സത്യത്തിലൊരു മതസംഘടനയ്ക്ക് നിരക്കാത്ത പ്രവർത്തനം ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരോട് വിദ്വേഷം ഉണ്ടായതുകൊണ്ട് പറയല്ല. ഒരു മതസംഘടനയ്ക്ക് നിരക്കാത്ത പ്രവർത്തനം ചെയ്തു എന്നതിന്റെ വൈയക്തികമായ രേഖകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത്. ഇതൊക്കെ വ്യക്തിപരമായി നമുക്ക് കളക്ട് ചെയ്താൽ കിട്ടും, ആർക്കും കിട്ടും. ഒന്ന് ശബ്ദാർങ്ങാതെ പറയാൻ വയ്ക്കില്ല. സഹോദരന്മാരെ, ബാക്കില് നല്ലവണ്ണം സ്ഥലമുണ്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുന്നു. അവിടെ പിറകോട്ട് സ്ഥലമുണ്ട്. ഈ നിൽക്കുന്ന ആളുകൾ ഒന്ന് പിറകോട്ട് നീങ്ങി കൊടുത്താൽ സഹകരിക്കണം. ജനം ഒഴുകി വരുന്നു. റോഡ് മുഴുവൻ ബ്ലോക്കാണെന്ന് വിളിച്ചു പറയുന്നു. അതേ സ്ഥാനത്ത് അല്പം കൂടി അതിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ഇനിയും കയറാൻ കഴിയുന്ന കാരണം പുറമെ ആ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ തന്നെ വിളിച്ചു പറയുന്നു, ഇങ്ങോട്ട് മാറ്റി തരുമെന്ന്. ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒന്ന് പിറകോട്ട് പോയാൽ മതി. ദയവ് ചെയ്ത് സഹകരിക്കുക. റോഡ് പള്ളിക്കൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ബ്ലോക്കാണെന്ന് വിളിച്ചു പറയുന്നു. അവിടെയൊക്കെ ആളുകൾ നിൽക്കുകയാണ്. പള്ളിക്കൽ അങ്ങാടി പോലും ആളുകളാണ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കണം. പരമാവധി നമ്മൾ തന്നെയാണ് നമ്മുടെ യോഗത്തെ നിയന്ത്രിക്കേണ്ടത്. ഇനി സദസ്സ് ഇളക്കണ്ട, ആ നിൽക്കുന്ന പോലെ നിൽക്കട്ടെ. ഞാനിത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ചുരുക്കത്തിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തെ തേജോവധം ചെയ്യാനല്ല, മറിച്ച് നമ്മളെ കൊണ്ട് കഴിഞ്ഞ തവണ ഇതൊന്നും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു. നേരെ മറിച്ച് ഇതൊക്കെ എടുത്തു വെച്ച് പറയേണ്ട ഒരു ഗതികേട് ഞാൻ തന്നെ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാരണം നമ്മൾ തമ്മിലുള്ള ഈ ആഭ്യന്തര പ്രശ്നത്തിന്റെ പേരിൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. നമ്മൾ 10-28 കൊല്ലമായി ഈ പ്രഭാഷണ രംഗത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടാവില്ല. കാരണം കളവ് പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. വ്യാജ പ്രചരണത്തിലൂടെ കെട്ടിപ്പടുത്തതാണ്. കുറച്ച് സാധുക്കൾ അതിൽ കുടുങ്ങിപ്പോയതാണ്. അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വെച്ച വിഷയങ്ങൾ രേഖാപരമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വരാം, നോക്കാം. അവർക്ക് സംശയമുണ്ടെങ്കിൽ ഇതിന്റെ കോപ്പികൾ അവരുടെ കൈവശമുണ്ട്, പരിശോധിക്കാം. അശേഷം നമ്മൾ ഇതിൽ കളവ് പറയുന്നില്ലെന്ന് മാത്രമല്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ നമ്മൾ തയ്യാറുമല്ല. ഇനി ഇത് നോക്ക് നിങ്ങൾ. മറ്റൊന്ന്, ഇവിടെ ജോലി ചെയ്തിരുന്ന മുഅദ്ദിൻ, ആ മുഅദ്ദിൻ 26/2/14 ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്യാൻ കഴിയാതെ വന്നാൽ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത എഴുത്തായത്. മുഅദ്ദിൻ കൊടുത്ത രാജിക്കത്ത്. അയാൾ നേരെ തന്ന രാജിക്കത്തല്ലേ? മുഅദ്ദിൻ നേരിട്ട് എഴുതി കൊടുത്ത രാജിക്കത്ത്. ഒരു മുഅദ്ദിൻ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നഭൂമിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സ്വയം രാജിവെച്ച് പോയി. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം രാജിവെച്ച തീയതി 26/2/2014 ഫെബ്രുവരി മാസം
2014 26-ാം തീയതി. അത് കഴിഞ്ഞ് ഈ വ്യക്തി രാജിവെച്ച് പോയതിന്റെ ശേഷം കൃത്യമായി ശ്രദ്ധിച്ചോളൂ, 4/4/2014 രാജിവെച്ചത് ഫെബ്രുവരിയിൽ. അത് കഴിഞ്ഞ് 4-ാം മാസം അഥവാ ഏപ്രിൽ മാസത്തിൽ 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വക്കീൽ നോട്ടീസ്. എന്താ വക്കീൽ നോട്ടീസിൽ പറയുന്നത്? അപ്പോൾ ഈ വക്കീൽ നോട്ടീസ് ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാരാ? ഈ മുഅദ്ദിനാവില്ല, മുഅദ്ദിനെ പ്രേരിപ്പിച്ചാന്ന് ഉറപ്പല്ലേ? ഫെബ്രുവരി മാസം 26-ാം തീയതി രാജിവെച്ച മുഅദ്ദിൻ ഏപ്രിൽ മാസം 4-ാം തീയതി വക്കീൽ നോട്ടീസ് അയക്കുന്നു. എന്താ വക്കീൽ നോട്ടീസ്? വക്കീൽ പറയുന്നു, എന്റെ കക്ഷി പള്ളിക്കൽ ബസാർ ജുമഅത്ത് പള്ളിയിൽ 1999 മുതൽ മുക്രിയായി ജോലി ചെയ്തു വരുന്ന ആളാണ്. യാതൊരു കാരണവും കൂടാതെയും എന്റെ കക്ഷിക്ക് ആനുകൂല്യങ്ങളും ശമ്പളവും നൽകാതെയും 28/1/2014 പിരിച്ചുവിട്ടതായി വാക്കാൽ പറയുകയും എന്റെ കക്ഷിയെ പള്ളിയിൽ കയറാനും മുക്രിസ്ഥാനത്ത് ജോലി ചെയ്യാനും അനുവദിക്കാതിരിക്കുകയും ആണ് നിങ്ങൾ ചെയ്യുന്നത്. എന്താണ് ഈ പറഞ്ഞത്? 28/1/2014 പിരിച്ചുവിട്ടു എന്നാ പറയുന്നത്. 28/1/2014 പിരിച്ചു. ജനുവരി 28-ന് പിരിച്ചുവിട്ട ആള് ഫെബ്രുവരി 26-ാം തീയതി രാജിവെക്കുവോ? അങ്ങനെ ഉണ്ടാവുക? ഇതെന്താ മനസ്സിലാവാത്തത്? ഇയാള് ഫെബ്രുവരി 26-ന് പിന്നെ രാജിവെക്കുന്ന എന്തിനാ? ഫെബ്രുവരി 26-ന് രാജിവെച്ചുവെന്ന് മാത്രമല്ല, പിന്നെ പറയുന്നു, ഈ കാര്യത്തിൽ എന്റെ കക്ഷിക്ക് അതിയായ മനോവേദനയും സങ്കടവും ഉണ്ട്. എന്റെ കക്ഷിയെ അനാവശ്യമായി കാരണം കൂടാതെ പിരിച്ചുവിട്ടതായി നിങ്ങൾ പറയുന്നതാണ്. എന്റെ കക്ഷിക്ക് ഇന്ന് വരെ യാതൊരു അറിയിപ്പും നിങ്ങൾ നൽകിയിട്ടില്ല, പിരിച്ചുവിട്ടിട്ടില്ല. അറിയിപ്പിന്റെ ആവശ്യമില്ല, പിരിച്ചുവിട്ട കാര്യമില്ല, അയാൾ രാജിവെച്ച് പോയിട്ടുണ്ട്. ആയതിനാൽ ഈ നോട്ടീസ് കിട്ടിയ ഒരാഴ്ചക്കുള്ളിൽ എന്റെ കക്ഷിക്ക് നൽകേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും ശമ്പളവും നൽകണമെന്നും എന്റെ കക്ഷിയെ തിരിച്ചെടുത്ത് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും നിങ്ങളെ അറിയിക്കുന്നു. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പേരിൽ സിവിലായും ക്രിമിനലായും നടപടികൾ സ്വീകരിക്കുമെന്നും നട്ടത്തിന് ഈ നോട്ടീസ് ചെലവിന്റെ ഫീ അടക്കം 525 കാക്ക് നിങ്ങൾ ഉത്തരവാദിയായിരിക്കുമെന്നും ഇതിനാൽ അറിയിക്കുന്നു. 525 രൂപയുടെ പ്രശ്നം തീരുന്ന പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഫെബ്രുവരി മാസം പിരിച്ചുവിട്ട ഒരാൾക്ക് പിന്നെ എങ്ങനെയാ ഏപ്രിൽ മാസത്തിൽ വക്കീൽ നോട്ടീസ് വരല്? അവ ഫെബ്രുവരി മാസത്തിൽ പിരിച്ചുവിട്ടതല്ല, രാജിവെച്ചതാണ് അദ്ദേഹം, പിരിച്ചുവിട്ടതല്ല. രാജിവെച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവ് അദ്ദേഹത്തിന്റെ കൈപ്പടൽ എഴുതിയ രാജിക്കത്താണിത്. ഈ രാജിക്കത്ത് അയാൾ നിഷേധിക്കുമോ? അപ്പൊ രാജിവെച്ച മുഅദ്ദിനെ കൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ച് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പ്രശ്നം സൃഷ്ടിച്ചു. ആരാ പള്ളിക്കൽ ബസാർ പ്രശ്നമുണ്ടാക്കിയത്? അത് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇവിടെ നേരത്തെ ഒരാൾ എന്നെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, തേഞ്ഞിപ്പലത്ത് വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് പർവ്വതീകരിച്ച് വന്നപ്പോൾ SI ഒരു യോഗം വിളിച്ചിട്ട് പരസ്യമായി ഇത് വിടുപ്പലക്കുന്ന ഒഴിവാക്കി നമുക്ക് രമ്യമായി പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞൊരു കരാറുണ്ടാക്കി. ആ കരാറിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമ്മളിവിടെ കാണിച്ചിരുന്നു. ആ കരാറിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണത്. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച ഒരാൾ വലിയ വെല്ലുവിളി നടത്തി. ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിൽ എങ്ങനെ ഒപ്പിടുക? അതിന്റെ ഒറിജിനൽ ഞങ്ങളെ കയ്യിലാണ്, ഞങ്ങളതിൽ ഒപ്പിട്ടിട്ടില്ല. പിന്നെ ഒറിജിനൽ ഇല്ലാതെ ഫോട്ടോസ്റ്റാറ്റിൽ ആരോ ഒപ്പിടുന്നാലും ആരും ഒപ്പിട്ടിട്ടില്ല. ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ പ്രസംഗിച്ച ആളോട് വളരെ വിനയപൂർവ്വം പറയുന്നു, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും പോലെ തെറ്റിദ്ധാരണയിൽ കുടുങ്ങാനൊന്നും ഞങ്ങൾ നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത ആളുകളല്ല എന്ന് ലളിതമായി മനസ്സിലാക്കി. തലയിൽ ബുദ്ധി വെച്ചിട്ട് ഇക്കാലം ഇത് കൊണ്ടു നടന്നിട്ടുള്ളത്. ഒരു വിഷയം പഠിച്ചിട്ടേ പറയൂ. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. SI മനോഹരൻ വിളിച്ചിട്ട് നിരന്തരമായ ചർച്ച, പങ്കെടുത്ത ആളുകളുടെ മുമ്പിലുണ്ട്. നിരന്തരമായ ചർച്ചക്ക് ഒടുവിൽ 2 കൂട്ടർക്കും സമ്മതമായി, 2 കൂട്ടരോടും വേറിട്ടും ഒന്നിച്ചും ഇരുത്തി നിരന്തര ചർച്ചയ്ക്ക് ശേഷം എഴുതിയുണ്ടാക്കിയ കരാറായി. ഇവര് പറഞ്ഞത് SI സ്വന്തമായി എഴുതിയ കരാറിൽ ഞങ്ങൾ എങ്ങനെ ഒപ്പിടും? SI സ്വന്തമായി ഉണ്ടാക്കിയ കരാറിൽ ഞങ്ങൾ എങ്ങനെ ഒപ്പിടും? 2 കൂട്ടരെയും വേറെ വേറെ വിളിച്ചിട്ട് ചർച്ച ചെയ്ത് പിന്നെ 2 കൂട്ടരെയും ഒന്നിച്ചിരിച്ച് ചർച്ച ചെയ്തിട്ട് അതുണ്ടാക്കിയത്. ഇതിന്റെ ഒറിജിനൽ കോപ്പി നിങ്ങളെ കയ്യിലുള്ള CK വാഹിദ് എന്ന് പറഞ്ഞ ആളെ കയ്യിലാണുള്ളത്. അത് കൊണ്ടുപോയി വെച്ച് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെ എന്തേ ഒപ്പിടാതിരുന്നത്? അവർ കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ SIയുടെ മുമ്പിൽ നമ്മുടെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇതിൽ ഒപ്പിടാൻ തയ്യാറാണ്, ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റുകൾ ഒപ്പിടാൻ തയ്യാറാണ്. SIയുടെ മുമ്പിൽ പറഞ്ഞു. ഈ SI ജീവിച്ചിരിക്കുന്ന വ്യക്തിയാൾ മരിച്ചു പോയിട്ടില്ലല്ലോ. ആ SI പോയി ചോദിച്ചു നോക്കൂ, അയാൾ പറയും ഒപ്പിടാൻ വിസമ്മതിച്ചത് മറുപക്ഷമാണ്. ഞാൻ അന്ന് ഈ കരാറിലുള്ള കാര്യങ്ങൾ ഇവിടെ വായിച്ചു. ഈ കരാറിലുള്ള കാര്യങ്ങളിൽ ഏതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? ഒരു നാട്ടിലെ പ്രശ്നം തീരാൻ ഈ കരാറിൽ ഒപ്പിട്ടാൽ സാധിക്കുമെന്ന് ബുദ്ധിയുള്ളവനത് വായിച്ചാൽ മനസ്സിലാവും. അവ പ്രശ്നം തീരരുത് എന്നാണ് നിങ്ങളുടെ താല്പര്യം.
പ്രശ്നം തീർക്കരുത് എന്നാണ് നിങ്ങളുടെ താല്പര്യം. പ്രശ്നം തീർക്കണമെങ്കിൽ ഇതിൽ ഒപ്പിട്ടാൽ മതി. നിങ്ങളുടെ വാദം കേവലം ഒരു ആവശ്യമില്ലാത്ത വാദം മാത്രമേ. നിങ്ങൾ പറഞ്ഞത് പള്ളിക്കൽ ബസാർ ജമാഅത്ത് പള്ളിയിൽ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവത്തെ തുടർന്ന് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അവരുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥന്മാർ മുഖാന്തരം പറഞ്ഞു തീരുന്നതിന് ഇരു കക്ഷികളും താഴെ പറയുന്ന വ്യവസ്ഥ അംഗീകരിച്ച് ഒപ്പുവെക്കുന്നു. ഇവിടെ ഇവർ പറയുന്നത് പള്ളിക്കൽ ബസാറിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ പാടില്ല. പ്രശ്നമുണ്ടായത് കൊണ്ടല്ലേ കരാറ്. പ്രശ്നമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കരാറ് വേണോ? വീട്ടിൽ നിന്നാ പോലെ. പ്രശ്നമില്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കരാറ് വേണോ? പോലീസ് സ്റ്റേഷനിൽ SIയുടെ മുമ്പിൽ കരാറപ്പെടുന്നത് പ്രശ്നമുള്ളതുകൊണ്ടല്ലേ. എന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പറയാം പ്രശ്നമുണ്ടായത് കൊണ്ട് എഴുതാൻ പാടില്ല. പിന്നെ പള്ളിക്കൽ ബസാറിൽ വലിയ സന്തോഷം ഉണ്ടായതുകൊണ്ടാണ് SI വിളിച്ചു ചേർത്തത്. SI എന്താ നിങ്ങളൊരു കരാർ ഒപ്പിടാൻ പ്രത്യേകമായി എവിടെന്നെങ്കിലും നേർച്ചു നിന്നിരുന്നു? ഒരു കരാറുണ്ടാകലും മധ്യസ്ഥം വഹിക്കലും പ്രശ്നമുണ്ടാകുമ്പോഴാണ്. അപ്പൊ അത് വെട്ടണമെന്ന് പറഞ്ഞ് വിഡ്ഢിത്തം കാണിച്ചുകൊണ്ട് ഒരു മസ്ലഹത്തിന്റെ കവാടം അടച്ചതാരാ? ഇപ്പൊ നിങ്ങൾ വലിയ മസ്ലഹത്തിന് വരുന്നുണ്ട്. മസ്ലഹത്ത് വേണം, സമാധാനം വേണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? തോറ്റ് തൊപ്പിയിടുമ്പോഴേ നിങ്ങൾ മസ്ലഹത്തിന് വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഹൈക്കോടതിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട് പള്ളി കൈകാര്യം ചെയ്യേണ്ടത് ആരാന്ന്. ആ പള്ളിയിലേക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ വന്നാൽ തീർച്ചയായും നിയമം കൊണ്ട് തടയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പറഞ്ഞതാ അവിടെ ബാങ്ക് കൊടുക്കാൻ പോയപ്പോൾ അടി ഉണ്ടായത് ആരാ? നിങ്ങളോട് ബാങ്ക് കൊടുക്കാൻ വരാൻ പറഞ്ഞത്? ഞങ്ങളെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിങ്ങളെ സൗകര്യം വേണം ഞങ്ങൾക്ക്. ഈ വ്യാജം ചെയ്യുന്ന ആൾക്കാർ ബാങ്ക് കൊടുക്കും. ഞങ്ങളെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഞങ്ങൾ മോദിനെ നിയമിക്കും. നിങ്ങൾ അവിടെ കയറി ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടി ഉണ്ടാക്കാൻ വന്നതാ. നിങ്ങൾ നേരത്തെ നിങ്ങളെ മദ്രസയിൽ യോഗം ചേർന്ന് പട്ടികയിൽ ആണി അടിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ തല്ലാമെന്നതാ. അവിടെ ജോലി ചെയ്ത ബഷീർ താരിമുണ്ടാവും അവിടെ. അയാൾ അന്ന് സുന്നിമാരുന്ന അസർക്ക് അവിടെ വന്നിട്ടുള്ള അയാൾ പറഞ്ഞു യാ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞാണ് ജനൽപ്പൊടി അടിച്ചു പൊടിക്കണം. അള്ളാന്റെ പള്ളി മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ തച്ചു പൊടിക്കുക. മൊഹീദ്ദീൻ ഷേഖിനും വിശ്വാസമില്ല, അള്ളാഹുവിനും വിശ്വാസമില്ലാത്ത ആൾക്കാർ അടിക്ക് കുറച്ച് ഗനം കൂടെ യാ മൊഹീദ്ദീൻ എന്നാ വിളിക്കണത്. നമ്മളെ പള്ളി കയറിയിട്ട്, അതും ബൂട്ട്സിട്ട് കയറിയിട്ട്, ബർമുടെടുത്ത് കയറിയിട്ട്. നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ അംശം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഈ കരാർ അന്ന് നിങ്ങൾ ഒപ്പിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എന്തിനാ നീട്ടിക്കൊണ്ടുപോയത്? നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയത് 2 പരാതി നിങ്ങൾ വഖഫ് ബോർഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ രജിസ്ട്രാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉദ്ദേശത നിങ്ങൾ വ്യാജ രജിസ്ട്രേഷന് തിരിയാണ്. നിങ്ങൾ വിചാരിച്ചത് വ്യാജമായി രജിസ്റ്റർ ചെയ്ത് താൻ പിടിച്ചെടുക്കാം, മസലത്ത് വേണ്ടാന്ന്. അതിന് നിങ്ങൾ ഈ കമ്മിറ്റിപ്പെട്ട 2 ആൾക്കാർ കൊടുത്ത പരാതിയാണ്. നോക്കൂ, നിങ്ങൾ ഈ പരാതി പറയുന്നറിയോ? രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് പറയാണ് ആരെങ്കിലും കൃത്രിമമായി വല്ല വ്യാജ ലിസ്റ്റും ഹാജരാക്കാൻ സാധ്യത ഉണ്ട്. ഇവരാ കൊടുക്കണത്. സാധ്യത ഉണ്ട്, കാരണം നമ്മൾ തീരുമാനിച്ചിട്ടുള്ള നേരത്തെ. എന്നിട്ട് പറയാണ് അത്തരം വ്യാജ ലിസ്റ്റ് ഹാജരാക്കുന്ന പക്ഷം ഫയൽ ചെയ്യരുത് എന്ന് അറിയിക്കുന്നു. അങ്ങനെ വല്ല ലിസ്റ്റും സമക്ഷത്തിങ്കിൽ കിട്ടിയാൽ ഈ പരാതിക്കാരനെ കൂടി അറിയിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. എന്തോ ഒരു വിനയാന്നറിയാം. ഇവര് വ്യാജ ലിസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ആദ്യം പോയി ഹാജരാവാൻ. രണ്ടാമത്തെ അടുത്താരാ കൊടുക്കുന്നത്? ഇത് കളരിക്കൽ അബു, ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട മെമ്പറാ. അയാളാരാ? കമ്മിറ്റിയുടെ കമ്മിറ്റി മെമ്പറാണ്. അടുത്തത് രണ്ടാമത്തത് ഈ കാര്യത്തിൽ എൻ്റെ ഉസ്താദ് അബ്ബാസ് ആട്ടോ, ഈ വിഷയം പഠിപ്പിച്ചല്ലോ വിഷയം. അടുത്തത്, എന്നാൽ ചില വ്യക്തികൾ വ്യാജ ലിസ്റ്റ് ഫയൽ ചെയ്യാൻ സാധ്യത ഉള്ളതിനാൽ അത്തരം വ്യാജ ലിസ്റ്റ് ഫയൽ ചെയ്യരുത് എന്നും ലിസ്റ്റ് കിട്ടിയ വിവരം എന്നെ കൂടി അറിയിക്കണമെന്നും മഹല്ല് പ്രസിഡന്റ് അപേക്ഷിക്കുന്നു. എന്റെ അഡ്രസ്സ് താഴ്ചെടുക്കുന്നു. CK അബ്ദുൽ മജീദ്. ആ മൂപ്പരും പറയണ എന്താ? വല്ലതും വരാൻ സാധ്യത ഉണ്ട്, മൂപ്പരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വ്യാജ ലിസ്റ്റ് വരുന്നുണ്ട് എന്ന് നേരത്തെ അറിയിക്കാൻ അവിടെ പോയിട്ട്, എന്നിട്ട് വ്യാജ ലിസ്റ്റ് അല്ല എന്ന് വരുത്തുന്ന രീതിയിൽ യഥാർത്ഥ ലിസ്റ്റ് ഇവർ കൊടുക്കുകയാണ്. അപ്പൊ കള്ളന്മാർ തന്നെ മുൻകൂട്ടി ഞാൻ കള്ളനല്ല എന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ കള്ളത്തരം ചെയ്യാണ്. സത്യത്തിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു പള്ളി പിടിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ ആലോചിച്ച് പറയേണ്ടത്. അതിന്റെ ശേഷം ഇതിന്റെ കേസുകളും അനുബന്ധ നടപടിക്രമങ്ങളും മുഴുവൻ നടന്നു. ഞാൻ ഇപ്പൊ ഈ എടുത്തു വെച്ച രേഖകൾ, ഇതുപോലത്തെ രേഖകൾ ഇനി പഠിച്ചാൽ ഇതിലപ്പുറം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ മതി എന്ന് പറഞ്ഞതാണ്. മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ മാത്രം മതിയല്ലോ. വല്ലുക്കസ്മാനം യൊക്കൊലെന്ന് പറഞ്ഞില്ലേ, ബാക്കി കിയാസാക്കാനും പഠിച്ചിട്ടല്ല നമ്മൾ. ഇനി നിങ്ങൾ കിയാസാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മാത്രമല്ല ഈ പ്രശ്നം. ഇനി ഞാൻ പറയുന്ന പ്രശ്നം അല്പസമയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരുടെ സംഘടനാപരമായ പിറവിയും പ്രവർത്തനവും തന്നെ വ്യാജത്തിന്മേലാണ്. നേരത്തെ പ്രയോഗിച്ച 2 പ്രയോഗങ്ങൾ നിങ്ങൾ വ്യാജ ആധാരം ചമക്കൽ, കള്ള ഒപ്പിടൽ. ഇത് കോടതി വിധിയിലാണ് വരുന്നത്. ഇത് നിരന്തരമായി ഇവർക്കെതിരെ കോടതികൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ തെളിവ് കൂടി ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ബാക്കി ഞാൻ അലവി താലിമിക്ക് കൈമാറും, ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഒരാൾ പ്രസംഗിച്ചു. അയാൾ പ്രസംഗിച്ചിട്ട് വളരെ വ്യാജമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ സമൂഹത്തിൽ മോശമായി അവതരിപ്പിച്ചു. സമത്വയിലുണ്ടായ പിളർപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് 100% തെറ്റാണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വ്യക്തിഹത്യ എൻ്റെ ഭാഗമല്ല. കാരണം അവരൊന്നും നമ്മളോട് വ്യക്തിപരമായി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ സംഘടന പ്രധാനമാണ്.
സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സത്യത്തിന്റെ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ജനമധ്യത്തിൽ അവമതിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ റൂഹുള്ള കാലത്തോളം അത് തടുക്കാൻ വേദിയിൽ വരിക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യം മരണം വരെ പോരാടും. കാരണം അത് പ്രസ്ഥാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതല്ലാതെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ സാമ്പത്തിക ആനുകൂല്യത്തിനുള്ള എപ്പോഴോ നിങ്ങളെ കൂടെ വന്നിരുന്നു. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ആർക്കാന്ന് തന്നെ വേണ്ടത് വന്നു നോക്കണ്ട കുട്ടികളെ കോലറിയണമെങ്കിൽ. അപ്പം അറിയാം നിങ്ങളെ കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ. നിങ്ങൾ എന്ത് കേട്ടാലും തക്ബീർ ചെല്ലുന്ന, എന്ത് കേട്ടാലും അത് അംഗീകരിക്കുന്ന സമൂഹമല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയാണ്, അദ്ദേഹം തിരുവമ്പാടിയിൽ വെച്ച് ഇതുപോലത്തെ ഒരു പൊതുയോഗത്തിൽ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ സെക്രട്ടറി ഇരുത്തിയിട്ട് പറഞ്ഞു, അയാൾ പ്രസംഗിച്ച പ്രസംഗ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. ജബ്ബാറാജി അല്ലട്ടോ, മറ്റേ ആളെ പറഞ്ഞത്. അയാളെ പേര് ഞാൻ ആ പേര് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. കാരണം പേരുപയോഗിക്കാത്ത അദ്ദേഹത്തുള്ള വിദ്വേഷം കൊണ്ടല്ല, വെറുതെ അത് പറഞ്ഞ് നമ്മളൊരു സങ്കടപ്പെടാൻ ചെയ്തിട്ടാണ്. ഈ വിഷയം മുസ്ലിം സമൂഹത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൗമ്. തക്ബീറേ, ഒരു നബി വരികയാണ്, തക്ബീറില്ല. ആ തക്ബീർ ചൊല്ലിയ ആളുകളുടെ അത്ഭുതം ആ നാട്ടുകാർ പറഞ്ഞു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രസംഗം വന്ന് ചിലരൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, സാധാ റെക്കോർഡ്. അങ്ങനെ ആ പ്രസംഗം നമ്മൾ കേട്ടു. ഞാൻ കോഴിക്കോട് ഓഫീസിലിരിക്കുന്ന സമയത്ത്, സുന്നി അഫ്ഗാർ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുന ശംസുൽ ഉലമ ഓഫീസിലോ, ഞാൻ ഇപ്പോഴും അരങ്ങനെ ഓർക്കുക, അദ്ദേഹം ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കാന്നുള്ളൊരു പണിയുണ്ടായിരുന്നു. ഇടക്ക് അദ്ദേഹം വിളിക്കും, അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിളിക്കും. പത്രം വായിച്ചു കൊടുക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷെയ്ഖുന, തിരുവമ്പാടിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സിറിയക് ജോൺ മന്ത്രി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, അതിൽ തക്ബീർ ചൊല്ലിയിട്ടുണ്ട് കുട്ടികൾ എന്നാണ്. ഷെയ്ഖുന പറഞ്ഞത് ശരിയാണ്ടാ. ഞാൻ ആകെ ഒന്ന് പതറി. കാരണം നമ്മൾ ഷെയ്ഖുനാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി ശരിക്കും കിട്ടും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അത് പാളിപ്പോയി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു നബി വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്നാ പറഞ്ഞത് എന്നാണ്. അതിനെന്താ കുഴപ്പമെന്ന് വെച്ചു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മിണ്ടാതെ പിന്നെ മിണ്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം കുലുങ്ങി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മുഖത്ത്, ഞാൻ ആ മുഖം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, എടാ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് കള്ളപ്രവാചകനാന്ന് ഉറപ്പല്ല, അതിന് പറ്റിയ ആൾ ഇവനല്ലാതെ ആരാടാന്ന്. എന്നോട് ഷെയ്ഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ, ആ മഹാന്റെ റൂഹ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാവും. ഞാനും അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലോ. ഷെയ്ഖുൻ എപ്പോഴും വിലങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, ഇൻഡയറക്റ്റായിട്ട് ചിന്തിക്കും, നമ്മൾ വിചാരിച്ച പോലെ അല്ല പോവുക. അങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഈ പറയുന്നത്. ഞാൻ നല്ലൊരു രസകരമായ മറുപടി കിട്ടും ഞാൻ ചോദിച്ചു, അതിനേക്കാൾ രസകരമായ ഒരു മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ചോദ്യം മറുപടി ഉടനെയാണ്. അങ്ങനെയാണ്, എന്ത് ചോദിച്ചാലും ഉടനെ മറുപടിയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതിന്റെ സത്യാവസ്ഥ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. വളരെ ചുരുങ്ങിയ സമയത്തുള്ള, ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 974 ഇദ്ദേഹം മുഷാവറ മെമ്പറായി വരികയും 79 തന്നെ അദ്ദേഹം സംഘടനയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് സമത്തിൽ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരുന്ന അദ്ദേഹത്തെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വിലക്കി പാടില്ല എന്ന് പറഞ്ഞു. പാടില്ല എന്ന് പറഞ്ഞപ്പോൾ SSFനെയും SYSനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. സുന്നി പാർലമെന്ററി ബോർഡ്, രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പാർലമെന്ററി ബോർഡ് ആവശ്യമുള്ളൂ, പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. ആ പാർലമെന്ററി ബോർഡിന്റെ കീഴിൽ യോഗം ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ നിന്നാൽ അവരെ തോൽപ്പിക്കണം. ഈ തോൽപ്പിക്കൽ ഒരു മുജാഹിദ് ജമാഅത്ത് പശ്ചാത്തലത്തിലാണ് എന്നാണ് ആദ്യമൊക്കെ ധരിച്ചത്. പക്ഷെ അവിടുന്ന് വിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ തോൽപ്പിക്കുക, അതിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്കറിയാം, AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിച്ചിരുന്നു മേപ്പയൂരിൽ. AV അബ്ദുറഹ്മാൻ ഹാജിയെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. ഞങ്ങൾ അവരോട് തിരിച്ചു ചോദിച്ചു, AV തോറ്റാൽ ആരാ ജയിക്കുന്നത്? കണാരൻ. കണാരൻ ജയിച്ചിട്ട് മുഷാവറിൽ എടുക്കാൻ പറ്റുമോ? കണാരൻ ജയിച്ചിട്ട് ഇവർക്ക് എന്താ കാര്യം? AV തോറ്റാൽ കണാരൻ ജയിക്കും, കണാരനും AV തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ പരാജയപ്പെടുത്തണമെന്ന് ഇവർ ആഹ്വാനം ചെയ്തു. ആയിക്കോട്ടെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അവർക്ക് അവകാശമുണ്ട്, പക്ഷെ സമത്വയുടെ പേരിൽ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി അവസാനം എറണാകുളത്ത് യോഗം വെച്ചു. എറണാകുളത്ത് സമ്മേളനം വെച്ചു. സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ആ സ്വാഗത സംഘത്തിലേക്ക് ഉത്തരവാദപ്പെട്ട സമത്വയുടെ നേതാക്കൾപ്പെട്ട നാട്ടിക മൂസ മൗലവി, MM മൊഹീദ്ദീൻ മൗലവി, AM പരീദ്, അതുപോലെ തന്നെ MK കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, ഹാമിദ് കോയമത്തങ്ങൾ, സ്വാദിഖ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള പ്രമുഖരെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ വന്നപ്പോൾ അവരുടെ ഒരു യോഗം നാട്ടിക വിളിച്ചു. നാട്ടിക മൂസ മൗലവി ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കൂട്ടാതെ സുന്നി സംഘത്തിന്റെ സ്വസംഘം ഉണ്ടാക്കി? അതിനവർ പറഞ്ഞ മറുപടി, പാണക്കാട്ട് എന്ന് പറയുന്നത് മാത്രം കേൾക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് പ്രാമുഖ്യം നൽകുന്നവരെ മതിയെന്ന. പാണക്കാട്ടില്ലാത്തൊരു സുന്നത്ത് ജമാഅത്ത് ഏതാ? അതുകൊണ്ട് നാട്ടിക മൂസ മൗലവി പറഞ്ഞു, ഞങ്ങൾ പാണക്കാട്ട് സുന്നത്ത് ജമാഅത്തുകാരാണ്, ഞങ്ങളൊരു സമ്മേളനം നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചു മധ്യമേഖല സുന്നി സമ്മേളനം.
ധിക്കാരത്തോടു കൂടി പറഞ്ഞപ്പോൾ മധ്യമേഖല സുന്നി സമ്മേളനം വെച്ചു. മധ്യമേഖല സുന്നി സമ്മേളനവും അതുപോലെ SOSന്റെ സമ്മേളനവും രണ്ടും വന്നപ്പോൾ സമത്ത ഇടപെട്ടു. സമത്ത മസ്ലഹത്തിന് ആളിറക്കി മാരത്തോൺ ചർച്ച നടത്തി. ചർച്ചയുടെ ഒടുവിൽ 1988 നവംബർ 12 ശനി 1988 നവംബർ 12 ശനിയാഴ്ച കോഴിക്കോട് യോഗം ചേർന്നു വിദ്യാഭ്യാസ ബോർഡ്. യോഗത്തിൽ വെച്ച് ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, നമുക്ക് 2 സമ്മേളനം വേണം, ഒന്ന് പോരെ. എല്ലാവരും പറഞ്ഞു ഒന്ന് മതി, നമ്മൾ 2 സമ്മേളനം നടത്തിയാൽ ഭിന്നിക്കും. അതുകൊണ്ട് ഷെയ്ഖുന ആ യോഗത്തിൽ വെച്ച് 3 തീരുമാനമെടുത്തു. 3 തീരുമാനം. ഒന്ന്, നിലവിൽ പ്രഖ്യാപിച്ച സമ്മേളനം 2 പേരും മാറ്റണം. എന്നിട്ട് 2 കൂട്ടരും ചേർന്ന് ഒരു യോഗം മനോഹരമായി സമത്തയുടെ കീഴിൽ നടത്തണം. 3, അതിന്റെ സ്വാഗത സംഘം അടുത്ത ശനിയാഴ്ച ഇവിടെ വെച്ച് സംയുക്തമായി ഉണ്ടാക്കണം. ഈ 3 തീരുമാനം മിനിറ്റ്സിൽ എഴുതി അംഗീകരിച്ചു, പിരിഞ്ഞു. അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ 88 നവംബർ 19 12-ാം തീയതി തീരുമാനിച്ചു. അടുത്ത ശനിയാഴ്ച നവംബർ 19 യോഗം വിളിച്ചു. യോഗത്തിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നു. ആ യോഗത്തിൽ വെച്ച് ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാനപ്രകാരം എല്ലാ സമ്മേളനങ്ങളും 2 സമ്മേളനങ്ങളും നിർത്തിവെച്ച് സമത്തയുടെ ഒരു മഹാസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ സ്വാസംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. പറയുന്ന തറവാട്ടുകാരൻ ഒരു ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമയുടെ മുഖത്ത് നോക്കി ഒരു മെമ്പർ എഴുന്നേറ്റ് പറഞ്ഞു, ബാക്കിൽ നിന്ന് SOSന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല, നിർത്തിവെക്കുകയുമില്ല. ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, 2 സമ്മേളനം നടത്താൻ പാടില്ല, അത് കഴിഞ്ഞ യോഗ തീരുമാനമാണ്. അവരിൽ കുറച്ചാളുകൾ എഴുന്നേറ്റ് വാദിച്ചു, SOSന്റെ സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടൂല. പുറത്താളെ ഒരുക്കി നിർത്തി മുദ്രാവാക്യം വഴി തുടങ്ങി. മഹാന്മാരായ സമത്തയുടെ ആലിമീങ്ങൾക്കെതിരെ മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം എന്ന് പഠിപ്പിച്ച മതവിധിയേക്കാൾ പ്രധാനമാണ് അദബ്. മതവിധിയേക്കാൾ പ്രധാനമാണ് അദബ്. അത് പഠിപ്പിച്ച സമത്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നിർത്തിയിട്ട് ഉസ്താദുമാർക്കെതിരെ മുദ്രാവാക്യം, എറണാകുളം സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടൂല. സമത്തയുടെ ചരിത്രത്തിലെ കരിദിനമാണ് 88 നവംബർ 19 ശനി. വിളിച്ചു പോലീസിനെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വന്നു, പോലീസുകാർ വന്നു. ഷെയ്ഖുന ശംസുൽ ഉലമയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? അടിച്ചു പുറത്താക്കാൻ പറഞ്ഞില്ല. ഷെയ്ഖുന പറഞ്ഞു, ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടാക്കി തന്നാൽ മതി, 2 കൂട്ടരും നമ്മളെ ആൾക്കാരാണ്, ഒന്നും ചെയ്യണ്ട. നേരെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. ഉസ്താദുമാർ പോലീസ് പ്രൊട്ടക്ഷനിൽ ശിഷ്യന്മാരുടെ മുമ്പിലൂടെ പോകുന്ന അവസ്ഥ. ഈ പോകുന്ന ഉസ്താദുമാരെ വിളിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു. അവര് ഷെയ്ഖുന വേദനിച്ചു. ഷെയ്ഖുന എല്ലാവരെയും കൂട്ടി മുകളിലോട് ചിലർ യോഗം ചേർന്നിട്ട് പറഞ്ഞു, നമുക്ക് മുഷാവറ വിളിക്കാൻ. ഡിസംബർ 1 വ്യാഴാഴ്ച, ഡിസംബർ 1 88 ഡിസംബർ 1 വ്യാഴാഴ്ച മുഷാവറ വിളിച്ചു. ആ മുഷാവറ വിളിച്ചപ്പോൾ ഈ മുഷാവറ യോഗത്തെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സ്റ്റേ ചെയ്തു. എന്തിന്? അവർ പറയുന്ന ന്യായം എന്താ? ഞങ്ങളെ പുറത്താക്കാൻ വിളിച്ചതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തതെന്ന്. എന്നാൽ പിന്നെ ആ മുഷാവറ പിന്നെ ചേർന്നപ്പോൾ പുറത്താക്കിയില്ലല്ലോ. എന്ത് പുറത്താക്കാതിരുന്നത്? പുറത്താക്കണമെങ്കിൽ ഇവർ ഈ മുദ്രാവാക്യം വിളിച്ച ഉടനെ തന്നെ മുഷാവറ വിളിച്ച് പുറത്താക്കാലോ സെക്രട്ടറിക്ക്. ഇവർ ചെയ്ത പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP-കാരനും RSS-കാരനും ചെയ്യാത്ത തരത്തിൽ സമത്തയുടെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാണ് കോടതി പറഞ്ഞത്. കോടതിയിൽ കേസ് കൊടുത്താൽ 3 വാദമാണ്. ഒന്ന്, സമത്തയുടെ നേതാക്കളെ ഞങ്ങൾ വിശ്വാസമില്ല. ഇപ്പോൾ പ്രവർത്തനം ക്രമാനുഗതമായിട്ടല്ല പോകുന്നത്, അതുകൊണ്ട് സമത്തയുടെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം. സമസ്തന്റെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം. പറയാൻ പറ്റുമോ? പള്ളിക്ക് ബസാർ മസലത്തിന്റെ സമയത്ത് പള്ളി പൂട്ടിയാലും വേണ്ടില്ല, ഖത്തീബിനെ മാറ്റൂല എന്ന് പറഞ്ഞ പോലെ ഇതാണ് നിങ്ങളുടെ നയം. ഇതാണ് നിങ്ങളുടെ നയം. നിങ്ങൾ സമത്ത കേരള ജമിയത്തിന് പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. സമത്ത കേരള ജമിയത്തിന് കേസ് നടത്തി. സമത്ത ലെവലിലാണ് പോകുന്നത് ബോധ്യപ്പെടുത്തി. കോടതി കേസ് തള്ളി. അപ്പോൾ സമത്ത യോഗം വിളിച്ചു. 89 ജനുവരി 16 ഡിസംബർ മുഴുവൻ കേസ്, പിന്നെ ജനുവരിയായി 89 88 കഴിഞ്ഞു. 89 ജനുവരി 16 തിങ്കളാഴ്ച മുഷാവറ വിളിച്ചു. ആ മുഷാവറിൽ വെച്ച് എല്ലാവരും ഏകകണ്ഠമായി തീരുമാനിച്ചു, കേസും കൂട്ടൊക്കായി. എന്നാൽ ആ യോഗത്തിൽ വെച്ചെങ്കിലും ഭൂരിപക്ഷത്തിന് തീരുമാനമെടുത്തുകൊണ്ട് ഈ കേസ് കൊടുത്തവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പുറത്താക്കിക്കൂടെ? പുറത്താക്കിയില്ലല്ലോ, പുറത്താക്കിയില്ല. സമത്ത അപ്പോഴും ഒരു അവധാനതയാ കണ്ടത്. വളരെ സൗമ്യമായി സമത്ത പറഞ്ഞു, നമുക്ക് തൽക്കാലം സമ്മേളനമൊന്നും വേണ്ട. ഈ സമ്മേളനത്തിന്റെ പേരിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. അതല്ലേ മസ്ലഹത്ത്? ഒരു സമ്മേളനവും വേണ്ടെന്ന് തീരുമാനിക്കലല്ലേ ശരി? സമ്മേളനം സംഘടന ശക്തിപ്പെടുത്താനല്ലേ, ഭിന്നിക്കാനല്ലല്ലോ. അതുകൊണ്ട് ഭിന്നതയുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് സമ്മേളനം വേണ്ടെന്ന് വെച്ചു. സമ്മേളനം വേണ്ടെന്ന് വെച്ച തീരുമാനത്തിൽ എല്ലാവരും ഒപ്പുവെച്ച് പുറത്തിറങ്ങിയ ശേഷം അഖിലേന്ത്യാ നേതാവ് പറഞ്ഞു, സമത്ത മുഷാവര വിലക്കിയാലും സമ്മേളനം നടത്തും. അപ്പൊ ശിഹാബ് തങ്ങൾ അടക്കം പറഞ്ഞു, ആ സമ്മേളനത്തിന് ആരും പോകേണ്ട, അത് ഭിന്നതക്കുള്ള സമ്മേളനമാണ്. ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഭിന്നത ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് ശിഹാബ് തങ്ങൾ ഇന്നും ഐക്യത്തിന്റെ കൂടെ നാളാണ്. ഐക്യം തകർക്കുന്ന സമ്മേളനത്തിന് പോകണ്ട, അല്ലാതെ ഒരു വിഭാഗത്തെ കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ ആ സമ്മേളനം നടത്തി. അതിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ കിട്ടി. അവർക്ക് ലീഗിനുള്ള വിദ്വേഷം അവർ ശരിക്കും ഉപയോഗപ്പെടുത്തി. അതൊരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അവരെ കുറ്റപ്പെടുത്തേണ്ട. അവർ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ കൂട്ടുപിടിക്കും, ഉറപ്പാണ്. അങ്ങനെ യോഗത്തിൽ പങ്കെടുത്ത മുഷാവറ മെമ്പർമാർ ആരൊക്കെ എന്ന് പരിശോധിച്ചു. 6 മെമ്പർമാർ പങ്കെടുത്തു. ആ 6 മെമ്പർമാരെ നോട്ട് ചെയ്തു. കഴിഞ്ഞ യോഗ തീരുമാനം അങ്ങോട്ട് പോകരുതെന്ന പോയി 6 മുഷാവറ മെമ്പർമാർ 40 അംഗ മുഷാവറ കൂടി 89 ഫെബ്രുവരി 18 ശനിയാഴ്ച 89 ഫെബ്രുവരി 18 മുഷാവറയിൽ വെച്ച് ഈ പങ്കെടുത്ത ആൾക്കാരുടെ ലിസ്റ്റ് വായിച്ചു. അവർ സംഘടനാപരമായ അച്ചടക്കം ലംഘിച്ചിരിക്കുന്നു.
നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ സമ്മേളനത്തിൽ ഈ മുഷാവറ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഈ മുഷാവറയിൽ 6 ആൾ പങ്കെടുത്തു. ശരിയല്ല, ആ 6 പേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ആ 6 പേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കിയ ആളുകൾ ഈ പുറത്താക്കൽ നടന്ന ഉടനെ ചെയ്ത പണി എന്താ? പുറത്താക്കിയ ആള് ഉസ്താദുമാരെ 2 പേരുണ്ട്, കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും. കണ്ണിയത്തുണ്ട് ശംസു, അവർ 2 പേരും മാത്രമുണ്ടായി. ബാക്കി 38 ഒരു ഭാഗത്താണെങ്കിലും ശരി, ഈ 2നാ വിജയം. ആ 2ന് കിടപിടിക്കുന്ന ഒന്നും വേറെ ഇല്ല. ഇവിടെ 34 പേര് പുറത്തുണ്ട്, 6 പേരെ അപ്പുറത്തുള്ളൂ. എന്നിട്ട് ഇവർ ചെയ്ത പണിയോ, 6 പേര് യോഗം കൂടി 34 ആൾക്കാർ ഇങ്ങോട്ട് പുറത്താക്കി. എന്നിട്ട് കോഴിക്കോട് അരവിന്ദാശ മേനോനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സമത്വം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഭരണഘടന വേണമെന്ന് പറഞ്ഞു. ഭരണഘടന കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ വായിച്ചിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. സമത്വയുടെ തീരുമാനത്തിന് മിനിമം കോറം 40 അംഗ മുഷാവറയിൽ 10 ആൾ വേണം, നിങ്ങൾ 6 ആളേ ഉള്ളൂ, കോറം തികയില്ല. ഇനി എന്തു ചെയ്യുമെന്ന് അവർ ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, നിങ്ങൾ സമത്താന്ന് പേരിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചോ, രജിസ്ട്രേഷനാണ് കൊടുത്തോ, അതിന്റെ പേരിൽ വമ്പിച്ച പ്രശ്നങ്ങളും കൺഫ്യൂഷനും ഉണ്ടാവും, അത് സിവിലല്ലേ, കുറെ കാലം തുടരും. ആ ഉപദേശത്തിന്റെ മേൽ അവർ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ സമത്താന്ന് പേരിട്ടു. നേരെ കൊണ്ടുപോയി കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. ഈ സംഘടന ഉണ്ടായതാ പറയുന്നത്, പള്ളിക്കര ബസാർ മാത്രമല്ല പ്രശ്നം. ഇത് പറഞ്ഞ് ഞാനിപ്പോൾ അവസാനിപ്പിക്കും. അങ്ങനെ ഇവർ കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇദ്ദേഹമാണ് ഈ പുതിയ അബൂബക്കർ മുസ്ലിയാരാണ് ജനറൽ സെക്രട്ടറി. അപ്പൊ സ്ഥിരമായി അബൂബക്കർ മുസ്ലിയാരാണല്ലോ ഇത് സമർപ്പിക്കാറുള്ളത്. രണ്ടും അങ്ങനെയുള്ള പേര്. രജിസ്ട്രാർ വേഗം സ്വീകരിച്ചു വെച്ചു. രജിസ്ട്രാർ സ്വീകരിച്ചു. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം. രജിസ്ട്രാർ സ്വീകരിച്ചപ്പോൾ ഇപ്പൊ മലപ്പുറത്തെ രജിസ്ട്രാർ പോലെ തന്നെ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ സ്വീകരിച്ചു. രജിസ്ട്രാർ സ്വീകരിച്ച ഉടനെ സമയമായപ്പോൾ ശംസുലുലമ കൊണ്ടുപോയി യഥാർത്ഥ ഓഫീസ് ഫയൽ ചെയ്യേണ്ട കുറിപ്പും കൊടുത്തയച്ചു. അത് കോഴിക്കോട് ഓഫീസിൽ നിന്ന് പോയി. ഇത് വന്നപ്പോൾ രജിസ്ട്രാർ മുമ്പിൽ 2 നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ, പുതിയ കിട്ടിയിട്ടല്ലോ. ഇത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഇതൊരു പുതിയ ആൾ. രണ്ടും നോക്കി. അപ്പൊ അദ്ദേഹം പൂർവ്വകാല ഫയൽ നോക്കി. പൂർവ്വകാല ഫയൽ നോക്കുമ്പോൾ വർഷങ്ങളായി ഇത് സമർപ്പിച്ചുള്ളത് ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. അതുകൊണ്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമർപ്പിച്ച ലിസ്റ്റ് ഫയൽ ചെയ്ത് ഇവരെ ലിസ്റ്റ് തള്ളി. ഇവരെ ലിസ്റ്റ് തള്ളി എന്ന് മാത്രമല്ല, ഈ ലിസ്റ്റ് തള്ളിയതോടുകൂടി ഇവർ നേരെ പോയി കോടതിയിൽ പോയി. ഇവർ കോടതിയിൽ ചെന്ന് കോടതിയിൽ കേസ് വാദിച്ചു. കോടതിയിൽ ഇവർ വാദിച്ചത്, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശികളെ നല്ല വാദിക്കുന്നത്, ഞങ്ങളാണ് സമത്വ നല്ല വാദിക്കുന്നത്. ഇവർ വാദിക്കുന്നത് ഒരു രജിസ്ട്രാർക്ക് 2 അപേക്ഷ വന്നാൽ ഒന്ന് സ്വീകരിക്കാനും ഒന്ന് തള്ളാനും അവകാശമില്ല. ഇതാണ് വാദം. ഈ വാദം സിംഗിൾ ജഡ്ജ് ഹൈക്കോടതിയിൽ അംഗീകരിച്ചു. സിംഗിൾ ജഡ്ജ് അംഗീകരിച്ച് വിധി ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ പകർപ്പ് കൃത്യമായി ഞാൻ കാണിക്കാൻ, നിങ്ങൾ ശ്രദ്ധിക്കണം. സിംഗിൾ ജഡ്ജ്, the district registrar passed an order dated 22nd March 1990 accepting the list given by E.K. Abubakar Musliar. ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത ലിസ്റ്റ് കൃത്യമായി രജിസ്ട്രാർ സ്വീകരിച്ചു. A learned single judge allowed the writ petition. സിംഗിൾ ജഡ്ജിക്ക് പെറ്റീഷൻ കൊടുത്തപ്പോൾ റിട്ട് അലോ ചെയ്തിട്ട് പറഞ്ഞു, ആൻഡ് കോസ്റ്റ് ദ ഓർഡർ. അയാൾ ഓർഡർ കോഷ് ചെയ്തു, അയാൾ ഓർഡർ ദുർബലമാക്കി. ആ രജിസ്ട്രാർ സ്വീകരിച്ചത് ശരിയല്ല. അയാൾ പറഞ്ഞ കാരണം എന്താ? അയാൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാരണം പറഞ്ഞത്, ദ ഓർഡർ ഓഫ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ടേക്കിംഗ് എ വ്യൂ ദാറ്റ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഹാഡ് നോ സച്ച് പവർ ടു deciding a dispute between the parties under section 4 of the Societies Registration Act. Societies Registration Actലെ 4-ാം നമ്പർ പ്രകാരം അപേക്ഷ വന്നാൽ ഒന്ന് തള്ളാനും ഒന്ന് സ്വീകരിക്കാനും അയാൾക്ക് അധികാരമില്ല, സ്വീകരിക്കാനേ അവകാശമുള്ളൂ. അതുകൊണ്ട് അയാൾ മറുഭാഗത്തിന്റെ അപേക്ഷ തള്ളി. ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൊടുത്തത് സ്വീകരിച്ചത് തെറ്റാണെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചു. സിംഗിൾ ബെഞ്ച് വിധിച്ചപ്പോൾ സമത്വ കക്ഷി ചേരുകയും സമത്വയുടെ വക്കീലും കോടതിയിൽ ചെന്നിട്ട് വക്കീൽ ഒരു ചോദ്യം ചോദിച്ചു കോടതിയോട്. സെക്ഷൻ 4 ഒരു രജിസ്ട്രാർക്ക് ഇത് സ്വീകരിക്കാനുള്ള അവകാശമാണുള്ളതെങ്കിൽ ഒരു പള്ളി കമ്മിറ്റിയോ ഒരു മദ്രസ കമ്മിറ്റിയോ 10 കമ്മിറ്റി ഉണ്ടാക്കി 10 കൊടുത്ത 10 സ്വീകരിച്ചു. ഏതാ കമ്മിറ്റി എന്ന് ചോദിച്ചു. ഇവരും കൊടുത്തു സമത്വ, അവരും കൊടുത്തു സമത്വ, സ്വീകരിക്കാൻ അവകാശമുള്ളൂ. പിന്നെ ഏതാ കമ്മിറ്റി ഏതാന്ന് ഇയാൾ പറയണ്ടേ? ഈ ചോദ്യം അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ആ ചോദ്യം പ്രസക്തമാണ്. ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത്? The division bench of the High Court did not agree with the order of the learned single judge. Single judge പറഞ്ഞത് ശരിയല്ല എന്ന് ജഡ്ജിമാർ പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയല്ല. അയാൾ പറഞ്ഞതിനോട് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, and held that the order passed by the district registrar accepting the list of the governing body members given by E.K. Abubakar Musliar was correct. E.K. Abubakar Musliar സ്വീകരിച്ചത് കറക്റ്റ് ആണ്, മറ്റേ ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞ് പിരിച്ചുവിട്ടു. ഹൈക്കോടതി പിരിച്ചുവിട്ട് അവരെന്താ ചെയ്യേണ്ടത്? അതും അംഗീകരിച്ചില്ല. നേരെ പോയി സുപ്രീം കോടതി വിധി.
സുപ്രീം കോടതി വിധിയുടെ കോപ്പിയാണ് ഞാൻ വായിക്കുന്നത്. ഇത് സുപ്രീം കോടതി വിധിയാണ്. സുപ്രീം കോടതി വിധിയിൽ പറയുന്നു, സുപ്രീം കോടതി നേരെ ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു വെച്ചു. ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു വെച്ചിട്ട് അവർ വിശദീകരിച്ചു, ദസ് ഇൻ ദ കേസ് ഓഫ് എ ഡിസ്പ്യൂട്ട്, ഈ കേസിന്റെ സാഹചര്യം കോടതി വിശദീകരിക്കും. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ, ഇത് എല്ലായിടത്തും എപ്പോഴും പറയാൻ കഴിയില്ല. കോടതി പറയുന്നു, when more than one return is filed, ഒന്നിലധികം റിട്ടേൺ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഫയൽ ചെയ്തപ്പോൾ the registrar has got the power to find out as which one is should accept, ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള ഒരു പവർ സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് പറയുന്നു, prima facie he has to satisfy as to which return is to be accepted. പ്രഥമ ദൃഷ്ട്യാ അയാൾക്ക് ഏതാണോ സ്വീകാര്യമെന്ന് ചിന്തിച്ച് സ്വീകരിക്കാനും അയാൾക്ക് അവകാശമുണ്ട്. ഇൻ ദിസ് കേസ്, എന്നാൽ ഈ കേസിൽ വി ഫൈൻഡ് ദാറ്റ്, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ദ ലിസ്റ്റ് ഗിവൺ ബൈ ദ അപ്പല്ലന്റ് വാസ് അക്സെപ്റ്റഡ്. ഈ അപേക്ഷകർ, അപ്പല്ലന്റ് എന്ന് പറഞ്ഞാൽ അപ്പല്ലന്റ് എന്ന് പറയുന്നത് അപ്പീൽ പോയത് സമത്വ കേരള ജമിയത്തുൽ ഉലമയാണ് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുള്ളത്. സമത്വ കേരള ജമിയത്തുൽ ഉലമ അപ്പീൽ പോയിട്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധി അപ്രസക്തമാക്കണമെന്ന് പറഞ്ഞതാ. അല്ലാതെ ഹൈക്കോടതി സുപ്രീം കോടതിയിലെ സമത്വമല്ല പോയത്. സുപ്രീം കോടതി എടുത്തു വെക്കുന്ന വിധി ഹൈക്കോടതിന്റെ വിധിയാണ്. ഹൈക്കോടതിന്റെ വിധിയാണ് ഈ പറയുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ് രജിസ്ട്രാർ അത് സ്വീകരിച്ചത്? ഇറ്റ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് കോർട്ട് ഓർഡേഴ്സ്, കോടതി വിധികളുടെ പശ്ചാത്തലത്തിലാണ് സമർപ്പിച്ചത്. ആൻഡ് ആൾസോ ഇറ്റ് വാസ് ബീങ് ഫോളോയിങ് ഫോർ ദ ലാർജ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരുപാട് കൊല്ലമായി സമർപ്പിക്കുന്ന ആളാണ് സമർപ്പിച്ചത്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് കാലമായി സമർപ്പിക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിയുടെ വിധി എടുത്തു വെച്ചിട്ട് സുപ്രീം കോടതി ജഡ്ജ് ചെയ്യുന്നു, when there were two lists, രണ്ട് ലിസ്റ്റ് വന്നാൽ the district registrar prima facie on being satisfied, അതിൽ ഈ കോടതി വിധിയുടെയും കാലങ്ങളായി സമർപ്പിക്കുന്ന ലിസ്റ്റിന്റെയും പശ്ചാത്തലത്തിൽ ഈ രജിസ്ട്രാർക്ക് സ്വീകരിക്കാൻ തോന്നിയത് accepted the list filed by ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ as he was filing the list for the previous years also. ഒരുപാട് കൊല്ലമായി അദ്ദേഹം ഇത് സമർപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, thus we find the no merit in this appeal, the civil appeal is dismissed. നിങ്ങൾ അപ്പീൽ ഡിസ്മിസ് ചെയ്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതിലൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വിധിയിലൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളാണ് സമത്താന്ന് തെളിയിക്കാൻ രജിസ്ട്രാറോടല്ല പൊരുതേണ്ടത്. നിങ്ങൾ ഒരു കോടതിയിൽ പോയിട്ട് തെളിയിക്കും. ഒരു കോമ്പിറ്റന്റ് കോടതിയിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തേ ഞങ്ങളാണ് സമത്താന്ന് പറഞ്ഞ ഒരു കോമ്പിറ്റന്റ് കോടതി പോവാത്തത്? നിങ്ങൾ പോകുന്നില്ലല്ലോ. നിങ്ങൾ രജിസ്ട്രാർക്കെതിരെ കേസ് കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ സ്വീകരിക്കണമെന്ന് അപേക്ഷ കൊടുത്തപ്പോൾ രജിസ്ട്രാർ വളരെ കൃത്യമായി രജിസ്ട്രാർ പറയുന്ന മറുപടി ശ്രദ്ധിച്ചോളൂ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതിൽ രജിസ്ട്രാർ അവസാനമായി പറയുന്ന തീർപ്പുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം, ഒറ്റ മിനിറ്റ്. ഇതിൽ രജിസ്ട്രാർ ഇതിന്റെ അവസാനം പറയുന്നു, കോഴിക്കോട് രജിസ്ട്രാർ ലെറ്ററാണിത്. ഇവർ സമർപ്പിച്ച രജിസ്ട്രാർ കൊടുത്ത മറുപടി, താങ്കൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനയാണ് യഥാർത്ഥമെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളും അതിലേക്ക് താങ്കൾക്ക് സമർപ്പിക്കാനുള്ള രേഖകളും ഉത്തരവുകളും വല്ലതുമുണ്ടെങ്കിൽ, അതായത് ഈ ഉത്തരവ് കൈപ്പറ്റി 2 മാസത്തിനകം ബോധിപ്പിക്കേണ്ടതാണ്. 2 മാസത്തിനകം നിങ്ങളാണ് സംഘടന എങ്കിൽ ഉത്തരവ് അതിനുള്ള തെളിവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. തെളിവ് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമർപ്പിച്ച തെളിവ് വെച്ച് ഉത്തരവിട്ടു. ആ ഉത്തരവ് എന്താ? ആ ഉത്തരവിൽ പറയുന്നു, ഈ നിങ്ങൾ സമർപ്പിച്ച ഉത്തരവിൽ നിങ്ങളാണ് സംഘടന എന്ന് തെളിയിക്കാൻ യാതൊരു രേഖയുമില്ല. ഇതാ പറയുന്നു, ഞാൻ സമയക്കുറവുകൊണ്ടാണ് വായിക്കാത്തത്. ഒരു രേഖയുമില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ചെറുശ്ശേരി സയ്യിദ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കി അവരുടെ ലിസ്റ്റ് ഫയൽ ചെയ്ത് സ്വീകരിക്കുന്നു. ഉത്തരവിട്ടു. നിങ്ങളത് തള്ളി. ഇത് യഥാർത്ഥത്തിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ സംഭവിച്ചതല്ലേ? ഈ രേഖയിൽ വല്ല കൃത്രിമത്വം ഉണ്ടോ? ആർക്കും ഇത് എടുക്കാൻ കിട്ടും, വായിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഉടനെ ചെയ്ത പണി എന്താ? നിങ്ങൾ ഒരു സുന്നി ജമിയത്തുലമ ഉണ്ടാക്കി. കാരണം ഇത് പോയാലും പിടിച്ചു നിൽക്കണം. എന്നിട്ട് ഇവർ പറയുന്നു, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസ ബോർഡിന്റെ അവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടന ഇത്, അവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടന, ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ അവർ പറയുന്നു, ഈ സംഘത്തിന് സമത്വ കേരള സുന്നി ജമിയത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുണ്ടാവുകയുള്ളൂ. അപ്പൊ സമത്വ കേരള സുന്നി ജമിയത്തുൽ ഉലമ എന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമത്വ എന്ന് പറയാ, സുന്നി ജമിയത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യുക. പറച്ചിലൊന്ന്, പ്രവർത്തനമൊന്ന്, കാപ്പട്യം എന്നല്ലാതെ ഇതിനെന്ത് പറയാൻ പറ്റും? ഈ കാപ്പട്യമാണ് നിരന്തരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം, വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അംഗീകാരം കൊടുക്കാൻ ഇവർ സ്വയം തീരുമാനിച്ചു. ഇവർ തന്നെ മദ്രസ ഉണ്ടാക്കുക, എന്നിട്ട് അംഗീകാരം കൊടുക്കുക. അങ്ങനെ അംഗീകാരം കൊടുത്ത 2 കോപ്പി കോടതി നമ്മൾ പിടിച്ചെടുത്തു. ഇത് നോക്ക് നിങ്ങൾ, 2 അംഗീകാര പത്രങ്ങൾ, ഇവർ സമൂഹത്തിന് സമർപ്പിച്ച 2 അംഗീകാര പത്രങ്ങൾ. ഇത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കാം, ഈ അംഗീകാരം കൊടുത്ത ഒരു മദ്രസയുടെ നമ്പറായത്, കോടതി രേഖയാണ്. അവർ അംഗീകാരം കൊടുത്ത മദ്രസ ഏതാ? നുസ്രത്തുൽ ഇസ്ലാം മദ്രസ, പോത്താങ്കണ്ടം, ഹോസ്ദുർഗ് താലൂക്കിലെ ജില്ല കാസർഗോഡ്. ഇതിന് അംഗീകാരം കൊടുക്കുന്നത് എന്താ? 12 മെയ് 1990. 1990 മെയ് മാസം 12-ാം തീയതി. ശ്രദ്ധിക്കണം, മെയ് മാസം 12-ാം തീയതി ഈ മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു. ഈ മദ്രസയുടെ അംഗീകാരം നമ്പർ എത്ര? 1397. ശ്രദ്ധിച്ചോളൂ,
1397 ഒരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു മെയ് മാസം 12 1990. എന്നിട്ട് അതേ ആളുകൾ തന്നെ വേറൊരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു. കണ്ടോ, ജൂൺ മാസം, മെയ് കഴിഞ്ഞ് ജൂൺ 9 അംഗീകാരം കൊടുത്ത മദ്രസ മാരായമംഗലത്തെ ഇർഷാദു സിബിയാൻ മദ്രസ ഒറ്റപ്പാലം. ഇത് ഈ മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് അംഗീകാരം കൊടുത്തത്. ആദ്യം കൊടുത്തതിന് അംഗീകാരം നമ്പർ 1397. ഏതാണ്ട് 2 മാസത്തോളം കഴിഞ്ഞിട്ട് അംഗീകാരം കൊടുക്കുന്ന അംഗീകാരം നമ്പറോ 1086. നേരെ കീപ്പെട്ട അംഗീകാര പത്രം ഇങ്ങനെ പോകും. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ലോഡ്ജിന് നമ്പർ ഇട്ട പോലെ നമ്പർ ഇട്ടു. ഈ ജാതി പണി ചെയ്താൽ ഒരു കേസും വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം വ്യാജമായി പ്രിന്റ് ചെയ്തതിന്റെ ശേഷം കോടതിയിൽ കേസ് വന്നു. ജസ്റ്റിസ് രാംകുമാറിന്റെ മുമ്പിൽ കേസ് വന്നപ്പോൾ ജസ്റ്റിസിന്റെ ഒരു വിധിയുണ്ട്. ഞാൻ അതുകൂടി വായിച്ച് അവസാനിപ്പിക്കാൻ പോവാ. ഇവരെ കുറിച്ച് ഈ പറഞ്ഞ വാചകണ്ടല്ലോ നേരത്തെ, വ്യാജരേഖ ചമച്ചു. അത് ഇപ്പൊ തുടങ്ങിയതല്ല, കോടതിക്കത് അറിയാം. ഇതിൽ കോടതി പറഞ്ഞ കുറച്ച് പരാമർശങ്ങൾ കേട്ടോളൂ. ഇതിൽ പറയുന്നു, സമത്വയുടെ പാഠപുസ്തകമാണ് ഇവർ കട്ടടിച്ചത്. ആ പാഠപുസ്തകം മുമ്പിൽ വെച്ചിട്ട് ഇവർ പറഞ്ഞത് അത് വ്യാജമായി പ്രിന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, മതപാഠ പുസ്തകം എന്നാണ്. ആ പുസ്തകത്തിന്റെ കോപ്പി എടുത്തിട്ട് കോടതി പറഞ്ഞു, എക്സിബിറ്റ് A77 എന്ന പുസ്തകമാണ്. പുസ്തകത്തിന്റെ കോപ്പി പ്രൗഡ്ലി ഡിക്ലെയർഡ് ഈസ് ദാറ്റ് ദ പബ്ലിഷർ ഓഫ് ദ വർക്ക് ഈസ് ദ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആൻഡ് ദാറ്റ് ദ കോപ്പിറൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ വർക്ക് ഈസ് വെസ്റ്റഡ് ഇൻ ദ പബ്ലിഷർ. അതിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രസാധനാവകാശം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. എന്നിട്ട് കോടതി പറഞ്ഞ വാക്കുവെക്ക്, എന്നിട്ട് ഇൻ ദ ഫേസ് ഓഫ് സച്ച് ഡിക്ലറേഷൻ, പുസ്തകത്തിൽ തന്നെ അങ്ങനെ എഴുതി വെച്ച ഒരു സാഹചര്യത്തിൽ on the work itself it was rather curious. വാചകം നോക്കണം, rather curious എന്ന അതിവിചിത്രം എന്ന് പറഞ്ഞാൽ തലേക്കെട്ട് കെട്ടിയിട്ട് നുണ പറയണതാണ് പറയുന്നത്. അതന്നെ അർത്ഥം, തലേക്കെട്ട് കെട്ടിയിട്ട് നുണ പറയാണ്, അതാണ് അതിവിചിത്രം. എന്താണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നു was rather curious on the part of defendant 1 to 4. 1ാം എതിർകക്ഷി മുതൽ 4ാം എതിർകക്ഷി വരെ അവരെ നേതാക്കന്മാർ മുഴുവൻ 4 ഇതിൽ പെട്ടു. To contend that there was no copyright in respect of this work. ഇതിന് കോപ്പിറൈറ്റ് ഇല്ല, ഇത് ആർക്കും അടിക്കാം എന്ന കളവ് പറയുന്നത് റാദർ ക്യൂറിയസ് കോടതി ഉപയോഗിച്ച പദാണ്. അങ്ങനെ പറയോ? എന്താ കോടതി അങ്ങനെ പറയാൻ കാരണം? തലപ്പാവ് വെച്ച് നുണ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ. മാത്രമല്ല ഇതിൽ പിന്നെ കോടതി വിധിയുടെ 38ാം പേജിൽ പറയുന്നൊരു വാക്കുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട വാക്ക് പറയുന്നത്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ തേർഡ് ഡിഫൻഡന്റ്, 3ാം എതിർകക്ഷിയുടെ ലീഡർഷിപ്പ്, ഹൂ ഈസ് പോപ്പുലർലി റെഫേർഡ് ആസ് AP കാന്തപുരം. ഇതിലുള്ളതുകൊണ്ട് വായിച്ചു പോയതാണ്. അദ്ദേഹത്തെ കുറിച്ച് കോടതി പറയുന്നു, a dissident group has been attempted to be formed. The dissident group പറഞ്ഞാൽ എന്താ? കോടതിയെ പറയുന്നത്, നമ്മളല്ല, സമസ്ത മുഷാവറിന്റെ തീരുമാനമല്ല. കോടതി പറഞ്ഞത് എന്താ? ഡിസിഡന്റ് ഗ്രൂപ്പ്, വിമത ഗ്രൂപ്പ്. ഒരു വിമത ഗ്രൂപ്പ് അയാൾ ഉണ്ടാക്കി. കോടതി ജസ്റ്റിസ് രാംകുമാറാ പറയുന്നത്, ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ടോ ദ തേർഡ് ഡിഫൻഡന്റ്, അയാൾ അദ്ദേഹത്തെ കൂടെ പറയുന്നത്, who had been closely associating himself with the activities of the ulama, ജമിയത്തുൽ ഉലമയുടെ ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഇദ്ദേഹം, as the board has been recently proclaiming, അയാൾ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുകയാണ്, ഹിംസെൽഫ് സ്വയം, ടു ബി ദ ലീഡർ ഓഫ് ദ പ്രോഗ്രസീവ് ഗ്രൂപ്പ്, ഒരു പുരോഗമന ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാനെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കോടതി എന്താ പറഞ്ഞത്? വ്യാജമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. എന്നിട്ട് ഇവർ പറയുന്നു, ഇവർ കൊടുത്ത കേസിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ആരാ? വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി PP പാറന്നൂരാ, മരിച്ചുപോയ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തെ കുറിച്ച് PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറയുന്നു, ഈസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി. അയാൾ ഒരു ജനറൽ ബോഡിയിലെ മെമ്പറും കൂടിയല്ല. കോടതി പറയണം ജനറൽ ബോഡിയിലെ മെമ്പർ അല്ല. എന്നിട്ട് കോടതി പറയുന്ന വാക്ക് നോക്കൂ, അടുത്ത വാചകം, അയാൾ ജനറൽ ബോഡി മെമ്പർ അല്ല എന്ന് കണ്ടെത്തിയിട്ട് കോടതി പറയുന്നു, ഹെൻസ്, അത്തരം ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് റാദർ സ്ട്രേഞ്ച്, മഹാ അത്ഭുതം തന്നെയാണ് മൗലവിമാർ ഇങ്ങനെ തലകെട്ട് കെട്ടി പറഞ്ഞാൽ. എന്താ പറയുന്നത്? ദാറ്റ് വൺ ഓഫ് ദ പേഴ്സൺ ഹൂ വാസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി, ജനറൽ ബോഡിയിൽ പോലും മെമ്പർ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈസ് പുട്ട് ഫോർവേഡ് ആസ് ദ ജോയിന്റ് സെക്രട്ടറി ഓഫ് ദ ബോർഡ്, ജനറൽ ബോഡി പോലും ഇല്ലാത്ത ആളെ ജോയിന്റ് സെക്രട്ടറി ആക്കി എന്നുള്ളത് ഇത് വല്ലാത്ത മഹാത്ഭുതമാണ്. ആരാ പറയുന്നത്? കോടതിയായി പറയുന്നത്, ഞാനല്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് നേരത്തെ കോടതിക്കുള്ള അഭിപ്രായം ഇതാണ്, നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട്, ബാക്കി അലവിതാരും നിങ്ങൾ വായോണ്ട് പറയുന്നത് കാണിച്ചു തരും, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. അവസാനം പറയുന്നു ഇവരെന്തിനാ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത്? ഇവരുണ്ടാക്കിയത് ദ അറ്റംപ്റ്റ് ഈസ് ക്ലിയർലി, അവരുടെ ശ്രമം വ്യക്തമാണ്, ടു ഫോം എ പാരലൽ ഓർഗനൈസേഷൻ, സമാന്തര ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആൻഡ് ടു മേക്ക് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്. നല്ല വാക്കാ കോടതി ഉപയോഗിച്ചത്. അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്നതാ? അവിഹിതമായി പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കല പ്രശ്നം. പിരിവന്നെ ഇപ്പൊ പെട്ടി വന്നില്ലേ, പുതിയ പെട്ടി,
അവിഹിതമായി പണമുണ്ടാക്കുക, എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോർഡിന്റെ സൽപ്പേര് ഉപയോഗിച്ചുകൊണ്ട് കളങ്കം നടത്തുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി ഇതിൽ പറയുന്നു. സമയം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്, അലവിതാമിക്ക് സമയമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 1-2 കാര്യം കൂടി പറയുന്നു. അവസാനമായി എനിക്ക് പറയാനുള്ള കാര്യം, പള്ളിക്കൽ ബസാറിലെ ആളുകളോട് അവസാനമായി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ആവർത്തിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അലവിതാമി കുറച്ച് കാര്യം പറയും, പെട്ടെന്ന് ഞാൻ പറയാം. 1, സംഘടനാപരമായ കാര്യം പള്ളിയിൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കേശം ഇങ്ങനെ പള്ളിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്? നേരത്തെ അത് പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് സമത്വയും എസ്കേസവും പഠിച്ചു തീരുമാനമെടുത്ത ശേഷം പിന്നെ വിവാദമുള്ള സംഗതി വായിക്കാൻ പാടില്ലല്ലോ. 2, അങ്ങനെ വായിച്ച സ്ഥിതിക്ക് കേശ വിശദീകരണം എന്തുകൊണ്ട് പിറ്റത്താഴ്ച വായിച്ചില്ല? വായിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം തീരില്ലേ? 3, നിയമിച്ച ഉദ്യോഗസ്ഥരെ അംഗീകരിക്കാതെ അവരെ പിരിച്ചുവിടാനുള്ള സാഹചര്യം ഈ കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ ഉണ്ടാക്കിയത് എന്തിന്? 4, വ്യാജ രജിസ്ട്രേഷന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ശ്രമം നടത്തിയത്? 5, ആ രജിസ്ട്രേഷന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട CK ബീരാനാജി നിങ്ങൾ ആക്ഷേപിച്ചതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, എന്തേ മിണ്ടാത്തത്? 6, ആൾമാറാട്ടം നടത്തി കത്ത് കൈപ്പറ്റിയത് ദീനിയായ പ്രവർത്തനമാണോ? ശരിയാണോ? മറുപടി പറ. 7, പള്ളിയുടെ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്തു, സീലും ദുരുപയോഗം ചെയ്തു, ശരിയാണോ? 8, വ്യാജ സീല് നിർമ്മിച്ചു. 9, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലെ കരാർ ഒറിജിനൽ കൈവശം വെച്ച് ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയി. 10, ഖതീബ് മരണാനന്തര ചടങ്ങിന്റെ തുക മുഴുവൻ എനിക്ക് വേണമെന്ന് വാശി പിടിച്ച് കുഴപ്പം സൃഷ്ടിച്ചു, അത് ശരിയായോ? 11, അങ്ങനെ ചെയ്ത ആളെ പിരിച്ചുവിടണമെന്ന് കമ്മിറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പിരിച്ചുവിടില്ല എന്ന് വാശി പിടിച്ചു. 12, മധ്യസ്ഥൻ NP മുഹമ്മദ് പോലും മഹല്ലിൽ ഭൂരിപക്ഷം ഞങ്ങളാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. 13, ഈ വിവരം അറിഞ്ഞ സെക്രട്ടറി പറഞ്ഞു 50% അവരുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ വിവരം നിങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങളല്ല, അവർ 5 വീട് കൂടുമെന്ന് മാറ്റി പറഞ്ഞു. ഇങ്ങനെ മാറ്റിപ്പറയൽ മധ്യസ്ഥനെ തെറ്റിദ്ധരിപ്പിക്കൽ ശരിയായ നടപടിയാണോ? 14, ഖതീബിനെ അത് RDOയും പോലീസും ചേർന്ന് നിയമിച്ച് മസ്ലഹത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ഇയാളെ തന്നെ വേണമെന്ന് എന്തിനു വാശി പിടിച്ചു? 15, 7 ദിവസമുള്ളതിൽ എല്ലാ ദിവസവും എല്ലാ ഭക്തനും നിങ്ങളെ ഇമാമ് നിൽക്കട്ടെ, മറിച്ച് ഒരു ജുമഅക്ക് മാത്രം ഈ ഖതീബിനെ മാറ്റി വേറൊരാളെ വെക്കണമെന്ന് RDO പറഞ്ഞപ്പോൾ പള്ളി പൂട്ടുന്ന അവസ്ഥ വന്നപ്പോൾ പോലും എന്തുകൊണ്ട് സഹകരിച്ചില്ല? 16, പള്ളി പൂട്ടിയാലും ഞങ്ങൾക്ക് അയാളെ മാറ്റാൻ പറ്റില്ല എന്ന് എന്തിനു വാശി പിടിച്ചു? 17, ഇലക്ഷൻ ഉത്തരവ് 2 മാസം സമയം ചോദിച്ച് നീട്ടാൻ എന്തിനാ ശ്രമിച്ചത്? 18, ഇലക്ഷൻ നിർത്തിവെക്കണമെന്ന് ട്രൈബ്യൂണലിൽ ആവശ്യം എന്തിനാ ഉന്നയിച്ചത്? 19, 5 പേര് വെറുതെ എന്തിനാ തെറ്റായ ഇലക്ഷന് നോമിനേഷൻ കൊടുത്തത്? ഇലക്ഷൻ തെറ്റാന്നല്ല പറയാം, എന്തിനാ നോമിനേഷൻ കൊടുക്കാൻ പോയത്? തെറ്റായ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ നിങ്ങൾ എഴുതി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടല്ലേ? തെറ്റായ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പാടുണ്ടോ? 20, നിയമപരമായ ഇലക്ഷൻ സ്തംഭിപ്പിക്കാൻ പിന്നെന്തിനാ പ്രകടനം നടത്തിയത്? 21, റിസൾട്ട് തടയാൻ എന്തിനാ കോടതിയിൽ പോയത്? 22, കമ്മിറ്റിക്ക് കൈമാറരുത്, മധ്യസ്ഥന്മാർ തന്നെ ഭരിച്ചാൽ മതി എന്ന് എന്തിനാ പിന്നെ തടസ്സം നിന്നത്? 23, ആ 4 മധ്യസ്ഥ സമിതിയിലെ 2ാമത്തെ മെമ്പറാണ് മുസ്തഫ തങ്ങൾ, അയാളെ പിന്നെന്തേ നിങ്ങൾക്ക് അനഭിമതനായത്? 24, തുറന്ന പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ വന്ന ആളുകളെ വടികൊണ്ടുവന്ന് അടിക്കാൻ എന്തിനാ മുന്നോട്ട് വന്നത്? 25, ബാങ്ക് വിളിക്കാനാണ് വന്നതെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ നിങ്ങൾ എന്തിനാ ബാങ്ക് വിളിക്കാൻ വരുന്നത്? ചോദ്യത്തിന് മറുപടി തയ്യാറാക്ക്. 26, ഹൈക്കോടതി ഉത്തരവ് കയ്യൂക്ക് കൊണ്ട് നടപ്പാക്കാനാണോ ശ്രമം? അതിന്റെ മറുപടി ജബ്ബാറാജി നേരത്തെ സൂചിപ്പിച്ചു. 27, സുന്നി ആശയം നടപ്പാക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്ത് സുന്നി ആശയത്തിന് വിരുദ്ധമാണ് ഇവിടെ സംഭവിച്ചത്? 28, ജനറൽ ബോഡി യഥാവിധി കൂടി എന്ന് നിങ്ങൾ പറയുന്നു, ഒരു ജനറൽ ബോഡിന്റെ നോട്ടീസ് ഹാജരാക്കാൻ പറ്റുമോ? ഈ വ്യാജ ജനറൽ ബോഡിയല്ലേ നിങ്ങൾ കൂടിയത്? 29, ഈ യോഗം മുടക്കാൻ എന്തിനാ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത്? സത്യം വെളിപ്പെടുമെന്ന് കരുതിയത് കൊണ്ടല്ലേ? ഇനി അവസാനം ചോദിക്കട്ടെ, നിങ്ങൾ പള്ളിയിൽ ഒരു അക്രമവും കാണിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നിസ്കരിക്കാമെന്നാണെങ്കിൽ ഒരു കാര്യം ഞാൻ ആണയിട്ട് ചോദിക്കട്ടെ, അവിടെയുള്ള CCTV അത് കൊണ്ടുവന്നിട്ട് ഒരു പൊതു സദസ്സിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്തിനാ കട്ടുകൊണ്ടുപോയത്? നിങ്ങളെ കള്ളത്തരം പൊളിയുമെന്ന് കരുതിയിട്ട് CCTVയിൽ നിങ്ങൾ അക്രമം കാണുന്നുണ്ട്, ആ അക്രമം കാണുമെന്ന് കരുതി CCTV കട്ടുകൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്. മാത്രമല്ല, ചെരുപ്പ് ധരിച്ച് പള്ളിയിൽ കയറി യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞ പള്ളിയുടെ ജനൽ അടിച്ചു പൊളിക്കുമ്പോ ഇത് ഏത് സുന്നത്തെ മാത്ത, ഏത് ദീന? ഈ വിധിയിൽ തന്നെ കൃത്യമായി ഫോർജറി, ഫാബ്രിക്കേഷൻ, വ്യാജരേഖയുണ്ടാക്കി കള്ള ഒപ്പിട്ടു എന്ന് രജിസ്ട്രാർ ആകുന്ന ആള് തന്നെ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ അടിത്തറ എന്തെന്ന് പരിശോധിക്ക്. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൊണ്ട് നടക്കാനുള്ള ഏർപ്പാടല്ല. ഇനി നിങ്ങൾ മൊത്തത്തിൽ കേരളത്തിൽ ചെയ്ത ഖാദി നിയമനം മുതൽ, നമ്മുടെ പെരുന്നാൾ 2 ആക്കിയത് മുതൽ, മാസം ഉറപ്പിച്ചത് മുതൽ, കുവൈത്ത് കരാർ മുതൽ, റസ്മുൽ ഉസ്മാനി പ്രശ്നം മുതൽ ഓരോന്നും ഞാൻ പറഞ്ഞാൽ പുനരുവോളം പറയാനുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവസാനമായി ഒരു കാര്യം പറയണം. അവസാനത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇതുകൂടി കേട്ടിട്ട് വേണം. അവസാനമായി പറയുന്നത്, നേരത്തെ ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട്, കൃത്യമായിട്ട് ഇത് പള്ളിക്കൽ കമ്മിറ്റി തന്നെ ഭരിക്കണമെന്ന് ഓർഡർ ഉണ്ട്. അതോടൊപ്പം ഇവർ പറയും മസ്ലഹത്താണ് ആവശ്യം. ഈ മസ്ലഹത്തിന് വേണ്ടി പണ്ടൊരു ശ്രമം നടത്തിയപ്പോൾ ഇവരുടെ നേതാവ് KP ഹംസ മുസ്ലിയാർ എഴുതി കൊടുത്ത രേഖ വായിക്കാം. സുന്നി പണ്ഡിതന്മാർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആവശ്യപ്പെടുകയും ഞങ്ങൾ സഹകരണ വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. കേസ് അബ്ദുൾക്ക് എഴുതി കൊടുത്ത എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് താഴെ ചേർക്കുന്നു, അഖ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതരും യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ ആഗ്രഹം.
ഭിന്നിച്ച് രണ്ടായി പ്രവർത്തിക്കുന്ന ഇരു വിഭാഗങ്ങളും ഔദ്യോഗിക ഭാരവാഹിത്വം ഉൾപ്പെടെ തുല്യമായ പ്രാതിനിധ്യം നൽകി മുഷാവറ നിലവിൽ വരുത്തുക. തുല്യ പ്രാതിനിധ്യം 20 അവർ 20 നമ്മൾ 6 ഇറങ്ങിപ്പോയി 20 ആളെ കൊടുക്കുക, രാഷ്ട്രീയപാർട്ടിയിലേക്കും പോലെ. അങ്ങനെ മുഷാവറ നിലവിൽ വന്ന് യോജിച്ച് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട മറ്റ് സംഘടനാ കാര്യങ്ങൾ രമ്യത്തിലെത്താവുന്നതാണ്. 6 പേരെ ഉസ്താദുമാർ പുറത്താക്കി, അതിന് 20 ആൾ എടുക്കണം എന്നാ പറയുന്നത്. ഇതാണോ നിങ്ങളുടെ മസലത്ത്? ഒരിക്കലും മസലത്ത് നിങ്ങൾ അനുകൂലം നിന്നിട്ടില്ല. അതുകൊണ്ട് യോഗം മുടക്കിയും സത്യത്തിന്റെ ശബ്ദം മറച്ചു വെക്കാൻ ശ്രമിച്ചും ആളെ വ്യക്തിപരമായി ആക്ഷേപിച്ചും ജനങ്ങളെ മുമ്പിൽ വൃത്തികേട് പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായൊരു വിദ്വേഷവുമില്ല. ഇവിടെ പ്രസംഗിച്ചവരോട് ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അവർ ചെയ്ത പ്രവർത്തനം മണ്ണാർക്കാടൊക്കെ ആ കരഞ്ഞ് പ്രസംഗിച്ച ആൾ ഇവിടെ വന്നിട്ട് കരഞ്ഞ് പ്രസംഗിച്ച ആൾ അങ്ങനെയാണ് ചെയ്യുക. ഇനി ഇതൊക്കെ പറഞ്ഞാൽ അടുത്ത വരവെന്തായിരിക്കും? ഇതൊക്കെ പല സ്ഥലത്ത് നമ്മൾ പ്രസംഗിച്ച അവസാനം കിട്ടിയ എന്താ? കരഞ്ഞിട്ട് പറയും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഇതിലും വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒറ്റ കരച്ചില. ഇതൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാർക്കുണ്ടായ പരീക്ഷണങ്ങൾ. അള്ളാന്റെ എത്ര ഔലിയാക്കന്മാർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. അള്ളാന്റെ എത്ര ഔലിയാക്കന്മാരാ മെഹ്റാബ് കയറി അടിച്ചത്? ഇതാണ് അവരുടെ പരാമർശം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ചളിവാരി എറിയേണ്ട സമയമല്ല ഇപ്പോൾ. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കട്ടപ്പാടെന്ന് ആലോചിച്ചാൽ മതി. പലസ്തീനിലെ മുസ്ലിമിന്റെ ഗതി ആലോചിച്ചാൽ മതി. ബഷാർ അൽ അസദിന്റെ സിറിയയിലെ അവസ്ഥ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച മാർഗത്തിൽ രമ്യതയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വാശി കൈവടിഞ്ഞ് സത്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരു ഫേവറും വേണ്ട. നിങ്ങൾ പോലീസുകാരോടും പറഞ്ഞാൽ ഒരു ഫേവർ ഞങ്ങൾക്ക് വേണ്ട, സത്യം മാത്രം മതി. ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇത് തന്നെ നടത്താൻ വളരെ വലിയ സ്വാധീനം ചെലുത്തി സൗകര്യം വാങ്ങി തന്ന ബഹുമാനപ്പെട്ട വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം അന്ത്യ നിമിഷം വരെ ശരിക്കും ഇതിനു വേണ്ടി അദ്ദേഹം ഈ യോഗം നടത്താൻ വേണ്ടി ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അതിശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെ നടന്നത്, അത് മറക്കരുത്. അതുകൊണ്ട് അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിന് വേണ്ടി ഇത്ര ആവേശത്തോടു കൂടി വലിയ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളൊക്കെ നിൽക്കുകയാണ്. നമുക്കുള്ള പ്രയാസം നമുക്ക് തിങ്ങി നിൽക്കുന്ന ഈ സദസ്സ് സംഘടനാപരമായി നിങ്ങൾക്കുള്ള ആവേശമാണ്. ഇത് നമുക്ക് നമ്മുടെ മഹാന്മാരുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ മോശക്കാരാണെങ്കിലും അവരോടുള്ള ആ സ്നേഹം കൊണ്ട് പടച്ചറബ് നമ്മളെ അവരുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം ബാപ്പുസ്ലിയാർ രോഗിയാണ്, അള്ളാഹു അദ്ദേഹത്തെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അലവിദാരമി രോഗിയായി കിടന്നപ്പോൾ ഞാനൊക്കെ വല്ലാതെ വിഷമിച്ചാളാണ്. നിങ്ങളൊക്കെ അദ്ദേഹം നമ്മുടെ ഒരു നാവാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ.